നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുന്നു. ഇന്നത്തെ പ്രധാന ചർച്ചാ വിഷയം തന്നെ ജിഷ വധക്കേസുമായി ബന്ധപ്പെട്ട് പ്രതി ആമിറുൽ ഇസ്ലാമിനെ അയൽവാസിയായ വീട്ടമ്മ ശ്രീലേഖ തിരിച്ചറിയൽ പരേഡിൽ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്ന വാർത്ത തന്നെയാണ്. അതുതന്നെയാണ് നമ്മുടെ ഇന്നത്തെ ഏറ്റവും വലിയ ചർച്ചാ വിഷയവും. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് മുൻ SP ജോർജ് ജോസഫ്, മുതിർന്ന അഭിഭാഷകൻ അഡ്വക്കേറ്റ് അജകുമാർ, സാമൂഹിക നിരീക്ഷകർ ഉണ്ണി ചെറിയാൻ തുടങ്ങിയവർ തിരുവനന്തപുരം സ്റ്റുഡിയോയിൽ നിന്നും, മുതിർന്ന അഭിഭാഷകൻ സെബാസ്റ്റ്യൻ ജോർജ് കൊച്ചിയിൽ നിന്നും, ജിഷയുടെ സഹോദരി ദീപ പെരുമ്പാവൂരിൽ നിന്നും തത്സമയം ചേരുന്നുണ്ട്. ഈ എല്ലാവർക്കും ചർച്ചയിലേക്ക് സ്വാഗതം. ആദ്യം ചോദ്യം ജിഷയുടെ സഹോദരി ദീപയോട് തന്നെ. ദീപ, ഇന്ന് ഇപ്പോൾ ആമിറുൽ ഇസ്ലാമിനെ ഒരു സാക്ഷി തിരിച്ചറിഞ്ഞിരിക്കുന്നു. എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? ഹലോ ദീപ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഇന്നിപ്പോൾ പ്രതിയെ, ഈ ജിഷ വധക്കേസിൽ പോലീസ് പിടികൂടിയ പ്രതി ആമിറുൽ ഇസ്ലാമിനെ ഒരു വീട്ടമ്മ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. ദീപ അടക്കമുള്ളവരെ തിരിച്ചറിയൽ പരേഡിൽ പങ്കെടുപ്പിക്കുമെന്നും പറഞ്ഞിരുന്നു. എന്നാൽ അതുണ്ടായില്ല. ഒരാൾ മാത്രമാണ് ഇന്ന് തിരിച്ചറിയൽ പരേഡിൽ പങ്കെടുത്തത്. ആ സാക്ഷി എന്തായാലും ആമിറുൽ ഇസ്ലാമിനെ. എന്താണ് ദീപയുടെ പ്രതികരണം? എൻ്റെ പ്രതികരണം എന്താണെന്ന് വെച്ചാൽ, എന്തായാലും ഒരാളെങ്കിലും ആദ്യമായിട്ട് വ്യക്തിയെ തിരിച്ചറിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. അത് ആരാണെങ്കിൽ തന്നെയാണെങ്കിലും. കാരണം ഞങ്ങളോട് ഇത്ര രീതിയിൽ സഹകരിച്ചതിന് ആ വ്യക്തിയോട് ഞാൻ നന്ദി പറയുകയാണ്. പിന്നെ ഈ കേസിൻ്റെ അവസാന ഘട്ടം വരെ, അതായത് പ്രതിക്ക് പരമാവധി വധശിക്ഷ നടപ്പിലാക്കുന്നത് വരെയും ഞങ്ങളോടൊപ്പം സഹകരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ ആമിറുൽ ഇസ്ലാം തന്നെയാണ് ജിഷയെ കൊന്നത് എന്ന് ദീപയും ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. അല്ലെങ്കിൽ പോലീസിന്റെ അന്വേഷണത്തിൽ ദീപ തൃപ്തയാണ്? തൃപ്തിയാണ്. തിരിച്ചറിയൽ പരേഡിന് ദീപ അടക്കമുള്ളവർ പോകാത്തത് എന്തുകൊണ്ടാണ്? ഇതുവരെയും ഞങ്ങൾക്ക് അതിനുള്ള ഇത് വന്നിട്ടില്ല. കാരണം ഞങ്ങൾക്കത് വരാത്ത സ്ഥിതിക്ക് ഞങ്ങൾക്ക് പോകേണ്ട കാര്യമില്ല. ഞങ്ങൾക്ക് എന്തായാലും കോടതിയിൽ ചെല്ലാൻ, അല്ലെങ്കിൽ തിരിച്ചറിയൽ പരേഡിന് ചെല്ലാനുള്ള ഒരു ഇത് വരും. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് ആ സമയത്ത് പോയാൽ മതിയല്ലോ. തീർച്ചയായും. ഒപ്പം തന്നെ ഈ ആമിറുൽ ഇസ്ലാമിനെ ഏതെങ്കിലും തരത്തിൽ കണ്ടതായി ഓർമ്മയുണ്ട്? നിരവധി ചോദ്യങ്ങൾ ഇത്തരത്തിൽ ഇതിനു മുമ്പും ദീപയോട് ഉണ്ടായിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഈ പേര് എന്തെങ്കിലും തരത്തിലുള്ള പരിചയമുണ്ടോ? ഒപ്പം ഇത്തരം ഒരാൾ ഏതെങ്കിലും തരത്തിൽ പെരുമ്പാവൂരിൽ നിങ്ങളുടെ കുടുംബവുമായി ബന്ധപ്പെട്ടു എന്നതിൻ്റെ ഏതെങ്കിലും സൂചന, അതായത് വീട് പണിയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലോ ഉള്ള തരത്തിൽ ഏതെങ്കിലും സൂചന ദീപയ്ക്കുണ്ടോ? ഇല്ല, ഇതുവരെയും ഞാൻ അങ്ങനെ ഒരു പേര് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. പിന്നെ അങ്ങനെ ഒരു വ്യക്തി ആരാണെന്ന് അറിയണമെങ്കിൽ തന്നെ ഞാൻ മുൻപ് എവിടെയെങ്കിലും വെച്ച് പെരുമ്പോരോ മറ്റെവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ എന്ന് അറിയണമെങ്കിൽ അയാളെ നേരിട്ട് കണ്ടാലാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു കാര്യം കൂടി ആദ്യഘട്ടത്തിൽ ദീപയോട് ചോദിച്ചോട്ടെ. ഇന്ന് ചില മാധ്യമങ്ങളിൽ ഓൺലൈൻ പോർട്ടലുകൾ അടക്കം വന്ന ഒരു വാർത്തയിൽ ദീപയുടേതായി വന്ന ഒരു പ്രസ്താവനയുണ്ട്. ജിഷയും അമ്മയും നാട്ടുകാരെ മൊത്തം ശത്രുക്കളാക്കി, നിരവധി ശത്രുക്കളെ ഉണ്ടാക്കാൻ അവരുടെ പെരുമാറ്റം കൊണ്ട് അങ്ങനെ ഒരു പെരുമാറ്റം അവരിൽ നിന്നുണ്ടായി എന്ന തരത്തിലുള്ള ദീപയുടേതായി വന്നൊരു പ്രതികരണം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു പ്രതികരണം ഏതെങ്കിലും മാധ്യമത്തിൽ നൽകിയിട്ടുണ്ടോ? എനിക്ക് വ്യക്തമായില്ല. അതായത് ഇന്നൊരു മാധ്യമത്തിൽ, ഓൺലൈൻ മാധ്യമത്തിലും ഒപ്പം തന്നെ മറ്റു ചില മാധ്യമങ്ങളിലും ദീപയുടേതെന്ന് പറയുന്ന ഒരു പ്രസ്താവന ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. ഈ ജിഷയും അമ്മയും അവരുടെ പെരുമാറ്റ രീതി കൊണ്ട് അയൽക്കാരുമായും നാട്ടുകാരുമായും ശത്രുതയിലാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് എന്ന തരത്തിൽ ദീപയുടേതായ ഒരു പ്രതികരണം കണ്ടു. ദീപ അങ്ങനെ ആരുടെങ്കിലും ഏതെങ്കിലും മാധ്യമ പ്രവർത്തകനോടോ മാസികയോടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഓൺലൈൻ പോർട്ടലിനോടോ പറഞ്ഞോ? ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. കാരണം സ്വാഭാവികമായിട്ടും രണ്ട് പെൺകുട്ടികളെ ഒരമ്മ പ്രൊട്ടക്റ്റ് നൽകി വളർത്തിക്കൊണ്ട് വരുമ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് സ്വാഭാവികമായിട്ടും ഏതൊരമ്മമാർക്കും മനസ്സിലാവും. അതായത് അച്ഛനില്ലാതെ, സഹോദരങ്ങളില്ലാതെ, ആരുടെയും ഒരു ഹെൽപ്പില്ലാതെ രണ്ട് പെൺകുട്ടികളെ വരുന്ന ഈ സമൂഹത്തിൽ എല്ലാ അമ്മമാർക്കും അത് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ പെൺകുട്ടികൾക്ക് യാതൊരു ബുദ്ധിമുട്ട്, തൻ്റെ മക്കൾക്ക് യാതൊരു ബുദ്ധിമുട്ടുണ്ടാകരുത്, മറ്റുള്ള ശല്യങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് പരമാവധി എന്താ പറയുക, മറ്റുള്ളവരിൽ നിന്ന് അകറ്റി ഏതൊരമ്മയും നിർത്തുന്ന ഒരു അകൽച്ചയാണ് മറ്റുള്ളവരും ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു അവസരത്തിൽ ഞാൻ അവരോട് ക്ഷമ പറയുകയാണ്. കാരണം സ്വാഭാവികമായിട്ട് അമ്മ പണ്ട് മുതൽ ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ജീവിച്ചതുകൊണ്ടും ഞങ്ങളുടെ അച്ഛൻ്റെ ഭാഗത്തു നിന്നും ഞങ്ങൾക്ക് ഒരു സഹകരണമോ ഒന്നും ഒരു പ്രൊട്ടക്ഷൻ ഇല്ലാത്തത് വന്ന ഒരു സാഹചര്യം വന്നതുകൊണ്ടും
എൻ്റെ അമ്മ ഒരുപാട് വേദനിച്ചിട്ടുണ്ട്. എൻ്റെ മനസ്സ് എത്രമാത്രം വേദനിച്ചിട്ടുണ്ട്, തളർന്നു പോയിട്ടുണ്ടെന്നുള്ളത് ഞങ്ങൾക്ക് അറിയാം. പിന്നെ സമൂഹത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന അമ്മമാർക്കും അറിയാം എൻ്റെ അമ്മയുടെ വേദന എന്നുള്ളത്. അത് മറ്റേതെങ്കിലും തരത്തിലൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു അവസരത്തിൽ ഞാൻ എല്ലാവരും ക്ഷമ ചോദിക്കുകയാണ്. ദീപ, ഒപ്പം തന്നെ ഇതിൽ ഈ താങ്കളുടേതായി വന്ന ഈ അഭിമുഖത്തിൽ രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, ബസ്സിൽ ഒരാൾ ജിഷയ്ക്ക് വേണ്ടി പൈസ കൊടുത്തപ്പോൾ, അല്ലെങ്കിൽ ഒരു പാവപ്പെട്ട പെൺകുട്ടിയല്ലേ എന്ന് വിചാരിച്ച് ബസ്സിൽ ഒരാൾ പണം കൊടുത്തപ്പോൾ ജിഷ അയാളെ ചോദ്യം ചെയ്യുകയുണ്ടായി എന്നും, രണ്ടാമത്തത് പെരുമ്പാവൂരിൽ കൂടെ നടക്കുമ്പോൾ അടുത്തുകൂടെ വാഹനം പോയാൽ അല്ലെങ്കിൽ ബൈക്ക് പോയാൽ വളരെ അക്ഷമയായി പ്രതികരിക്കുന്ന ഒരു സ്വഭാവം ജിഷയ്ക്കുണ്ടായിരുന്നു. ആ ബൈക്ക് ഉടമയുടെ വീട്ടിലെത്തി അവരുമായി കയർക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു എന്ന തരത്തിലൊരു പ്രതികരണം കൂടി ഞാൻ ആ മാധ്യമത്തിൽ കണ്ടു. അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അനുവാദം ഇല്ലാതെ മറ്റൊരു വ്യക്തി നമ്മുടെ ബസ് ടിക്കറ്റ് എടുക്കുക, അല്ലെങ്കിൽ നമ്മളെ ഒരു ലിഫ്റ്റ് തരിക, സ്വാഭാവികമായിട്ടും ഈ കാലഘട്ടത്തിലുള്ള പെൺകുട്ടികൾ ഒരു വിധത്തിൽ സമ്മതിച്ചിരിക്കാം. പക്ഷെ എൻ്റെ അനിയത്തിയെ സംബന്ധിച്ചിടത്തോളം ഇതുവരെയായിട്ടും മറ്റൊരാളുടെ ഒരു ഹെൽപ്പില്ല, പ്രത്യേകിച്ച് ഒരു പുരുഷന്മാരുടെ. കാരണം അതിൻ്റെ ആവശ്യമില്ല. കാരണം അവൾ അത്രത്തോളം വിദ്യാഭ്യാസവും പ്രായവും പക്വതയുമുള്ള ഒരു കുട്ടിയാണ്. കാരണം അവൾക്ക് മറ്റുള്ളവരിൽ നിന്ന്, പ്രത്യേകിച്ച് ഒരു ആണുങ്ങളിൽ നിന്നുള്ള ഒരു ഹെൽപ്പ് അവൾക്ക് ആവശ്യമില്ല. കാരണം അമ്മ കഷ്ടപ്പെട്ട് വളർത്തുന്നുണ്ട്. പിന്നെ എന്തിനാ മറ്റൊരാൾ അവളറിയാതെ എന്തിനാ ബസ് ടിക്കറ്റ് എടുക്കേണ്ട കാര്യം തന്നെ? അതിൻ്റെ ആവശ്യമില്ല. അവൾക്കത് ഇഷ്ടപ്പെട്ടില്ല, അത് അവൾ തുറന്നടിച്ച് സമ്മതിച്ചു, പറഞ്ഞിട്ടുണ്ട്. അത് ഇപ്പോഴത്തെ ഞാൻ പറഞ്ഞു, ഇപ്പോഴത്തെ ഉള്ള കാലഘട്ടത്തിലെ കുട്ടികൾ ചിലപ്പോൾ പറയില്ല. കാരണം അതൊരു സഹായമായി എന്ന് വിചാരിക്കും. പക്ഷെ അത് ഓരോരുത്തരുടെ ക്യാരക്ടറാണ്. ചിലപ്പോൾ അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല, അയാൾ പറയും എന്തിനാ ബസ് ടിക്കറ്റ് എടുത്ത് റിയാക്ട് ചെയ്യും. സ്വാഭാവികമായിട്ടും അതെയാണ് അവളും ചെയ്തിട്ടുള്ളൂ. അല്ലാതെ വേറെ മോശമായിട്ടുള്ള രീതിയിൽ ഇതുവരെയും ഒരാളോട് ബിഹേവ് ചെയ്തെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഇത് സംബന്ധിച്ച് ഒരുപക്ഷെ ദീപയ്ക്ക് ജിഷയേക്കാൾ അനുഭവങ്ങളുണ്ട് ജീവിതത്തിൽ. അത്തരം ഒരു സാഹചര്യത്തിൽ ജിഷയെ ഏതെങ്കിലും തരത്തിൽ ഉപദേശിക്കാൻ ദീപ എപ്പോഴെങ്കിലും ശ്രമിച്ചിരുന്നോ? ഞാൻ ഉപദേശിക്കാൻ ശ്രമിച്ചതെന്ന് വെച്ചാൽ ഇതുവരെ അങ്ങനെ ഒരു അവസരം, അനുഭവമോ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. കാരണം എന്തായാലും എന്നേക്കാൾ കൂടുതൽ നന്നായിട്ട് പഠിക്കുകയും നല്ല അറിവും ഉള്ള ഒരാളായിരുന്നു എൻ്റെ അനിയത്തി. കാരണം ഞാൻ 10ാം ക്ലാസ് ഫെയിൽഡാണ്. ഞാൻ കഴിഞ്ഞ ദിവസം, അതായത് എൻ്റെ അനിയത്തി മരിക്കുന്നതിൻ്റെ ആ ആഴ്ചയിൽ ഞാൻ 17, 18, 19 തീയതിയിൽ വീട്ടിൽ പോയിരുന്നു. അന്ന് എൻ്റെ അനിയത്തി ആവശ്യപ്പെട്ട ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. എൻ്റെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും അവൾക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അവൾ പറഞ്ഞു, എങ്ങനെയെങ്കിലും നീ 10ാം ക്ലാസ് പാസ്സായി എടുക്കണം. PSCയുടെ ലാസ്റ്റ് ഗ്രേഡിൻ്റെ കുറേ എക്സാം ഉണ്ട്. ആ ടെസ്റ്റ് പാസ്സായി എഴുതി കഴിഞ്ഞാൽ ഒരു പ്യൂൺ ജോലി ഗവൺമെൻറ്റിൽ എവിടെയെങ്കിലും ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ നിനക്കും കൊച്ചിനും കഷ്ടപ്പാട് കൂടാതെ ജീവിക്കാം. ആരുടെയും ആശ്രയിക്കേണ്ട, അല്ലെങ്കിൽ ആരുടെ അടുത്ത് ഒരു 10 പൈസയ്ക്ക് ചോദിക്കാനോ മറ്റുള്ളവരെ ആശ്രയിക്കാനോ പോകേണ്ട ഒരു അവസ്ഥ നിനക്ക് ഉണ്ടാവില്ല എന്ന് അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് പോയതാണ്. അതുപോലെ PSCയുടെ കുറച്ച് ടെസ്റ്റും പേപ്പറുകളൊക്കെ എൻ്റെ അടുത്ത് കാണിച്ചു തന്നു. അത് പഠിക്കേണ്ട രീതി എങ്ങനെയാണെന്ന് പറഞ്ഞു തന്നു. എൻ്റെ മോൻ്റെ അടുത്തും കൂടി പറഞ്ഞു, അമ്മയെ പഠിപ്പിക്കണം, അമ്മ പഠിക്കുന്നുണ്ടോയെന്നും കൂടി മോൻ ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ ചിറ്റെടുത്ത് പറയണോട്ടോ എന്നാണ് എൻ്റെ കുഞ്ഞ് പറഞ്ഞിട്ട് പോയത്. വെറും 2 ദിവസത്തിൻ്റെ വ്യത്യാസം കൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചത്. പക്ഷേ അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇതുവരെ എനിക്കത് വ്യക്തമല്ല. കാരണം എൻ്റെ കുട്ടി ഇതുവരെയും ഒരാളെ നോവിക്കാനോ അല്ലെങ്കിൽ ഒരു ഉറുമ്പിനെ പോലും നോവിക്കാൻ അറിയില്ലാത്തൊരു പാവം എൻ്റെ അനിയത്തി. കാര്യം ഇത്ര വരെ പഠിച്ചിട്ടുണ്ടെങ്കിലും ഉള്ളുകൊണ്ട് ആരെയും വേദനിപ്പിക്കാൻ അവർക്ക് അറിയില്ല, ചെയ്തിട്ടുമില്ല ഇതുവരെ. ദീപ, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു കുടുംബത്തിൽ. അതെങ്ങനെ, ഏതെങ്കിലും തരത്തിലുള്ള സഹായം മറ്റുള്ളവരിൽ നിന്ന് സ്വീകരിച്ചിരുന്നോ? സാമ്പത്തികമായ ബുദ്ധിമുട്ട് ഒരുപാട് തവണ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. കാരണം എൻ്റെ കല്യാണം കഴിക്കുന്നതിന് മുൻപേ തന്നെ ഒരുപാട് ഞങ്ങൾ പട്ടിണി കിടന്നിട്ടുണ്ട്. അതുപോലെ വസ്ത്രത്തിനാണെങ്കിലും ആഹാരത്തിനാണെങ്കിലും എല്ലാത്തിനും ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും ആ സമയങ്ങളിലൊന്നും ഞങ്ങളെ ഒരു കൈത്താങ്ങൽ ഈ പറഞ്ഞ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ ഒരുപാട് ഈ ഇന്ത്യ ഒട്ടാകെ ഒരുപാട് പേര് ഞങ്ങൾക്ക് വേണ്ടി സഹായിക്കുന്നുണ്ട്, അതുപോലെ പ്രാർത്ഥിക്കുന്നുണ്ട്. കേസുമായി ബന്ധപ്പെട്ട് ഇത് കേസ് അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരാണെങ്കിൽ തന്നെയാണെങ്കിലും രാവില്ല പകലില്ലാത്ത രീതിയിൽ അവർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിന് എത്രമാത്രം അവരോട് എങ്ങനെയാണ് നന്ദി പറയേണ്ടത്, എങ്ങനെയാണ് അവരോട് കടപ്പാട് പറയേണ്ടതെന്ന് എനിക്കിതുവരെ അറിയില്ല. പക്ഷേ ഇപ്പോഴും ഞാൻ എൻ്റെ കുട്ടിക്ക് ഇങ്ങനെ സംഭവിക്കുന്നതിന് തൊട്ട് ദിവസങ്ങൾ മുമ്പ് ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിട്ടുണ്ട്. പക്ഷെ ആരോടും ഞാൻ ഇതുവരെ എനിക്ക് ഇത്ര ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിന് ഇത്ര രീതിയിലുള്ള കഷ്ടപ്പാടുണ്ട്, ഇതുവരെ ഞങ്ങൾ ആരുടെ അടുത്ത് പറയാനോ അല്ലെങ്കിൽ അവരുടെ ഒരു അപേക്ഷയായിട്ട് ഇതുവരെ ഞാൻ പോയിട്ടില്ല. പിന്നെ എൻ്റെ അമ്മ പോയതിൻ്റെ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കിടക്കാനൊരു വീടില്ല. കാരണം 2 പെൺകുട്ടികളാണ്. എൻ്റെ കുഞ്ഞിൻ്റെ അവസ്ഥ അറിയാം. പിന്നെ എൻ്റെ അനിയത്തിയാണെങ്കിൽ ഇതുപോലെ പ്രായപൂർത്തിയായ പെൺകുട്ടിയാണ്.
അവൾക്കും അമ്മയ്ക്കും എനിക്കും എൻ്റെ കുഞ്ഞിനും ഞങ്ങൾക്ക് പേടി കൂടാതെ സമൂഹത്തിൽ ധൈര്യമായിട്ട് താമസിക്കാൻ ഞങ്ങൾക്കൊരു സ്വന്തമായിട്ടൊരു വീട് വേണം. അതിപ്പോൾ അതിന് ഞങ്ങൾ ഒരുപാട്, എൻ്റെ അമ്മ കഷ്ടപ്പെട്ട് ഒരുപാട് പേരെടുത്ത് സഹായിക്കാൻ ചോദിച്ചു പോയിട്ടുണ്ടായിരുന്നു. കാരണം ആ വീട് പണിയാനുള്ള സാമ്പത്തികം ആരും തന്ന് സഹായിക്കുകയാണെങ്കിൽ ഒരു വീട്, അതിൽ കൂടുതലും ഞങ്ങൾക്ക് വലിയ സ്വപ്നങ്ങൾ ആഗ്രഹങ്ങളൊന്നും ഞങ്ങൾക്ക് ഉണ്ടായില്ല. വലിയ കെട്ടിടം വേണമെന്നോ അല്ലെങ്കിൽ വലിയ ബംഗ്ലാവ് വേണമെന്നോ ഇങ്ങനെ ഞങ്ങൾക്കൊരു കൊച്ചു വീട് മതി. ഞങ്ങൾക്ക് 3 പേർക്ക്, ഞങ്ങൾക്ക് എൻ്റെ മോനുൾപ്പെടെ ഞങ്ങൾക്ക് കഴിയാനുള്ള ഒരു കൊച്ചു വീട്, അതിൽ കൂടുതലൊന്നും ഞങ്ങൾക്ക് വലിയ ആഗ്രഹമാണ്. പക്ഷേ ഇപ്പോൾ ഞങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഗവൺമെൻറ് ചെയ്തു തന്നിട്ടുണ്ട്, ഇപ്പോഴും തന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന് മുമ്പൊന്നും ആരും വന്ന് നോക്കാനോ അന്വേഷിക്കാനോ തിരിഞ്ഞു നോക്കാനോ ഉണ്ടായില്ല. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് എൻ്റെ 2004 എൻ്റെ കല്യാണം കഴിഞ്ഞ് അതിക്ക് മുമ്പ് ഞങ്ങൾക്കൊരു ടോയ്ലറ്റ് പോലും ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നില്ല എന്നുള്ളൊരു സത്യം ഇപ്പോൾ ഞാൻ സമൂഹത്തിൽ എല്ലാവരും കേൾക്കുന്നുണ്ട്, എല്ലാവരും കൂടി പറയുക ഞങ്ങൾക്ക് അതുപോലും ഉണ്ടായില്ല. അതെന്തുകൊണ്ട് ഉണ്ടായില്ല എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ ഇങ്ങനെ നേരിട്ട് കേൾക്കുമ്പോൾ പലവർക്കും ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് ഞാനിപ്പോൾ ആ ഒരു കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. തീർച്ചയായും ദീപയിലേക്കും മറ്റ് അതിഥികളിലേക്കും ജിഷാവധം ഇനി എന്ത് എന്ന വിഷയത്തിന്മേൽ ചർച്ച തുടരുകയാണ്. ശ്രീ ജോർജ് ജോസഫ്, താങ്കളൊരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ ഇന്നത്തെ തിരിച്ചറിയൽ പരേഡിനെയും അതുപോലെ തന്നെ ഇനി നാളെ ഈ പ്രതിയെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടാൻ വേണ്ടി പോലീസ് അപേക്ഷ നൽകാൻ പോവുകയാണ്, ഈ സംഭവവികാസങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അല്ല, പോലീസിൻ്റെ റിമാൻഡ് റിപ്പോർട്ട് ആണ് പുറത്തു വന്നിരിക്കുന്നത്. അതിനകത്ത് ഈ കേസിനെ സംബന്ധിച്ച് വലിയ വിവരങ്ങളൊന്നും ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പം ഇനി പോലീസ് മുന്നോട്ട് പോകുന്തോറും വളരെയധികം വൈഷമ്യങ്ങൾ ഈ കേസിനകത്ത് അവർ പ്രതീക്ഷിക്കാം. കാരണം തെളിവ് എടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ ആദ്യത്തെ പ്രതിയുടെ കുറ്റസമ്മത മൊഴിയിലെ കത്തി റിക്കവർ ചെയ്തത് പാളിപ്പോയി. ആ കത്തി കൃത്യത്തിന് ഉപയോഗിച്ചിട്ടില്ല എന്ന് പ്രതി പറഞ്ഞതായിട്ട് പറയുന്നു. ഇനി ഒരു കുറ്റസമ്മത മൊഴി പ്രതിയുടെ എന്ന് രേഖപ്പെടുത്തേണ്ടിയിരിക്കുന്നു. ആ രേഖപ്പെടുത്തുന്ന കുറ്റസമ്മത മൊഴി അനുസരിച്ച് ഇനി എടുക്കുന്ന ആയുധം പ്രതിയുടെ ദേഹത്തുള്ള 38 മുറിവിൽ കുറേയെങ്കിലും മുറിവുകൾ ഈ ഒറ്റ ആയുധം കൊണ്ട് ഉണ്ടാക്കിയെന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതിന് തക്കതായ ഒരു ആയുധം തന്നെ ആയിരിക്കണം ഇനി കിട്ടേണ്ടത്. ആയുധങ്ങൾ പല പ്രാവശ്യം ഇങ്ങനെ മാറി പ്രതി പറയുന്നതനുസരിച്ച് പോലീസ് റിക്കവർ ചെയ്താൽ കേസിൻ്റെ ബലം കുറയും. ആ കൺഫഷൻ ഒരു ട്രൂ കൺഫഷനല്ല. എങ്കിലും ഇപ്പോഴത്തെ ഈ ഒരു തിരിച്ചറിയൽ പരേഡിൽ ആ സ്ത്രീ ഇതേ സാദൃശ്യമുള്ള ഒരാളെ കണ്ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും കൃത്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന കാര്യമല്ല അത്. പക്ഷേ അതേ സാദൃശ്യമുള്ള ഒരാൾ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് കൂടുതലപ്പുറം ആ സാക്ഷിക്ക് പറയാനും പറ്റില്ല. അത് ഈ കേസിൻ്റെ കൃത്യം പോലീസിൻ്റെ ഭാഷ അനുസരിച്ച് 5-നും 6-നും ഇടയ്ക്കാണ് നടന്നതെന്ന് പറയുന്നു. ഇനി കുറ്റച്ചാർജ് സമയത്തും പ്രതിഭാവും വക്കീലും കോടതിയും പരിശോധിക്കുമ്പോൾ അത് കൃത്യമായിരിക്കണം. അല്ലെങ്കിൽ ഈ സാക്ഷി ഇപ്പം ഒരു തിരിച്ചറിഞ്ഞതുകൊണ്ട് ആ പരേഡിന് യാതൊരു വിലയും ഉണ്ടാകാൻ സാധ്യത കുറവാണ് എൻ്റെ കാഴ്ചപ്പാടിൽ. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഇപ്പോൾ ഒരു പക്ഷേ മാധ്യമങ്ങളടക്കം നിരവധി കഥകൾ എന്ന് തന്നെ പറയേണ്ടി വരും. മാധ്യമ ഭാഷയിൽ സ്റ്റോറി എന്നാണ് ഇംഗ്ലീഷിലെങ്കിൽ പോലും മലയാളത്തിൽ അതിനെ കഥ എന്ന് തന്നെ പറയേണ്ടി വരും. നിരവധി വേർഷനുകൾ പുറത്തേക്ക് വരുന്നുണ്ട് ജിഷ വധക്കേസുമായി ബന്ധപ്പെട്ട്. ഇന്നിപ്പോൾ തിരിച്ചറിയൽ പരേഡിൽ ഒരു സാക്ഷി മാത്രമാണ് പങ്കെടുത്തിരിക്കുന്നത്. 7 പേർക്ക് സമൻസ് അയച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി ഇത്തരത്തിൽ പോലീസ് ഏതെങ്കിലും തരത്തിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയോ ഒഫീഷ്യലായി മാധ്യമങ്ങളോട് സംസാരിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുകയും ഉണ്ടായില്ല. അത് അന്വേഷണത്തെ ബാധിക്കും എന്നാണ് പറയുന്നത്. ജിഷ വധക്കേസിലെ ഇപ്പോഴത്തെ പുരോഗതിയെ താങ്കൾ എങ്ങനെ വിലയിരുത്തുന്നു? ജിഷ വധക്കേസിൽ ഇന്നും കാര്യമായ പുരോഗതി ഉണ്ടായി എന്ന് പറയാൻ കഴിയില്ല. ഈ ചർച്ചകളിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഒരു നിലപാട് എടുക്കേണ്ടി വരുന്നത് ഇത് സാഹചര്യ തെളിവുകളെ മാത്രം അടിസ്ഥാനമാക്കി തെളിയിക്കേണ്ട ഒരു കേസാണ്. സാഹചര്യ തെളിവുകൾ അതീവ ദുർബലം. കുറ്റസമ്മതം ആണ് അസ്വീകാര്യം. തൊണ്ടി കിട്ടിയത് ഇപ്പോൾ പറഞ്ഞതുപോലെ അതും മാറ്റിവയ്ക്കേണ്ടി വരുന്നു. ഒരു സാക്ഷി, ഒരു വീട്ടമ്മ ഇപ്പോൾ തിരിച്ചറിയൽ പരിപാടിയിൽ ഈ സാക്ഷിയെ തിരിച്ചറിഞ്ഞു എന്ന് പറയുന്നു. അതിനൊക്കെ എന്തുമാത്രം വില കൽപ്പിക്കാൻ കഴിയും എന്ന് അറിയില്ല. അതുകൊണ്ട് അതീവ സങ്കീർണമായ, അതേസമയം അതീവ ദാരുണമായ ഒരു കേസ്. ഈ കേസിൽ യഥാർത്ഥ കുറ്റവാളികൾ പുറത്തു വരണം. അവരെ നിയമം അതിൻ്റെ വിചാരണയ്ക്ക് വിധേയമാക്കണം, ശിക്ഷിക്കണം. അതൊന്നും നമുക്ക് യാതൊരു സംശയങ്ങളുമില്ല. എല്ലാവരുടെയും ആഗ്രഹം അതുതന്നെയാണ്. പക്ഷേ ദീർഘമായ ഏകദേശം 50 ദിവസം നീണ്ടുനിന്ന അന്വേഷണത്തിന് ശേഷം ഒരു പ്രതിയെ പോലീസ് പിടികൂടിയിരിക്കുന്നു. പക്ഷേ ഔദ്യോഗികമായി പോലീസ്
ഒരു സ്ഥിരീകരണം നൽകിയില്ല, വാർത്താ സമ്മേളനം നടത്തിയില്ല, വിശദീകരണം ഉണ്ടായില്ല എന്നൊക്കെ പറയുമ്പോഴും നമുക്ക് ഇങ്ങനെ ചോർന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന കഥകൾ അല്ലെങ്കിൽ സ്റ്റോറി അല്ലെങ്കിൽ വാർത്ത അതെല്ലാം വെച്ച് നോക്കുമ്പോൾ ധാരാളം ചോദ്യങ്ങൾ ഉണ്ടാകുന്നു പൊതുസമൂഹത്തിൽ. ആ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം കിട്ടുന്നില്ല, ഉത്തരം നൽകേണ്ടവർ അത് നൽകുന്നുമില്ല. നമ്മുടെ ഇപ്പോഴുള്ള ഉത്കണ്ഠ പ്രോസിക്യൂഷൻ വിജയകരമായി ഈ കേസ് കോടതിയിൽ എപ്രകാരം അവതരിപ്പിക്കും, അതിനുള്ള വഴിയിലൂടെയാണോ ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന കാര്യത്തിൽ നമുക്കെല്ലാവർക്കും ഉത്കണ്ഠയുണ്ട്, ആശങ്കയുണ്ട്, ആകാംക്ഷയുണ്ട്. തീർച്ചയായും ഈ ഉത്കണ്ഠകൾ ഒരുപക്ഷെ പോലീസ് കാര്യങ്ങൾ തുറന്നു പറയാത്തത് കൊണ്ടും മാത്രം ഉണ്ടാകുന്നതുമാകാം. എന്തായാലും അഡ്വക്കേറ്റ് അജയകുമാർ, താങ്കൾ ഇത്തരം കേസുകൾ നിരവധി കൈകാര്യം ചെയ്തിട്ടുണ്ട് ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ. പോലീസിൻ്റെ ഇപ്പോഴത്തെ പ്രവൃത്തികൾ ഒരുപക്ഷെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ ആയുധം കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നത് തന്നെയാണ്. അത് അങ്ങനെ വരുമ്പോൾ ഇനി ഈ പ്രോസിക്യൂഷൻ്റെ ഒരു നിലപാട് കോടതിയിൽ ദുർബലമാകുന്ന ഒരു സാഹചര്യത്തിലേക്കാണോ കാര്യങ്ങൾ നീങ്ങുന്നത്? ഈ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷനിൽ ശരിയായ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത് തെളിവുകളിലൂടെ പ്രതിയിലേക്ക് എത്തിച്ചേരുക, പ്രതിക്ക് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ മുഴുവൻ അടയ്ക്കുക. അതാണ് ശരിയായ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ. അല്ലാതെ ഒരു പ്രതിയെ കയ്യിൽ കിട്ടിയതിന് ശേഷം ആവശ്യത്തിനുള്ള തെളിവുണ്ടാക്കാൻ വേണ്ട ലൂപ്പ് ഹോൾസ് കേരളത്തിലെ അല്ല ഇന്ത്യയിലെ പോലീസ് ഓഫീസേഴ്സിനെ ആവശ്യത്തിന് അറിയാം. അത് പ്രകാരം ഇപ്പോൾ 27 റിക്കവറി നടത്തുന്നു, ഈ കത്തി കണ്ടെടുക്കുന്നു എന്ന് പറയുന്നത് തന്നെ അത് ഈ നമ്മൾ പ്രായോഗിക തലത്തിൽ കണ്ടെത്തി കഴിഞ്ഞാൽ പല 27 റിക്കവറികളും ഫേക്കാണ് എന്ന് ശിക്ഷിക്കുന്ന ജഡ്ജിക്ക് പോലും ചിലപ്പോൾ അറിയാമായിരിക്കും. പക്ഷേ തെളിവ് നിയമത്തിൽ അത് സ്വീകാര്യമായതുകൊണ്ട് ആ ഭാഗം തെളിവ് എടുക്കുകയാണ്. അതുപോലെ തന്നെ ഇതിൽ ഈ പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പായി വിശ്വസനീയമായി ഈ പ്രതി തന്നെയാണ്, ഇയാളല്ലാതെ മറ്റൊരാളല്ല ഇത് ചെയ്തത് എന്ന് നെഞ്ചിൽ കൈവച്ച് ഈ ഇൻവെസ്റ്റിഗേറ്റിംഗ് ടീമിന് പറയാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ DNA സാമ്പിളുകൾ ഒത്തുചേർന്നു എന്ന DNA സാമ്പിളിലും ഇപ്പോൾ പ്രശ്നങ്ങളുണ്ടായല്ലോ. 26, 25 ഒരു സ്ഥലത്തും ഒരെണ്ണം കൊണ്ടുപോയി വേറൊരു സ്ഥലത്തും ടെസ്റ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ തന്നെ പൊതുസമൂഹത്തിൽ അതിൻ്റെ വിശ്വാസ്യത പോയില്ലേ? ഇപ്പം പൊതുജനത്തെ മുഴുവൻ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവർക്കെല്ലാം ബോധ്യമാകുന്ന രീതിയിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ കഴിയില്ല. പക്ഷേ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ മുന്നിലുള്ള ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ഇതിനെ 100 വിധത്തിൽ ട്രയൽ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടും, അപ്പീൽ കോടതികൾ ചോദ്യം ചെയ്യപ്പെടും. പക്ഷേ അവിടെയെല്ലാം ഇവർക്ക് വിജയിക്കാൻ കഴിയുന്നത് ഇതിൻ്റെ വിശ്വാസ്യത ഈ ഇൻവെസ്റ്റിഗേഷൻ്റെ ഓരോ സ്റ്റേജിലും അവർക്ക് പാലിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ. പൊതുസമൂഹത്തിൽ നിന്നും വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഭരണാധികാരികളിൽ നിന്നോ മറ്റ് സോഴ്സസിൽ നിന്നോ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് ഭയങ്കരമായ പ്രഷറുണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. കാര്യം പ്രതിയെ കണ്ടെത്തുന്നില്ല എന്നുള്ള പൊതുസമൂഹത്തിൻ്റെ നിലവിളിയിലിടയിൽ ഒരു പ്രതിയെ എത്രയും വേഗം കണ്ടെത്തി ഈ അലർച്ച ഒന്ന് അവസാനിപ്പിക്കാൻ വേണ്ടി ഇൻവെസ്റ്റിഗേഷൻ ടീം റഷ് ചെയ്തോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അങ്ങനെ ആയതുകൊണ്ട് തന്നെ പല വിലപ്പെട്ട തെളിവുകളും നഷ്ടമാകും. അതുകൊണ്ട് തന്നെ പല വിലപ്പെട്ട തെളിവുകൾ അവർ ശേഖരിച്ചതുപോലും സ്വീകാര്യമല്ലാതെ പോകും. ഇതാണ് സാധാരണ. ഇതൊരു പക്ഷേ ആദ്യഘട്ടത്തിൽ അന്വേഷണ സംഘത്തിൻ്റെ ഒരു പരാജയത്തിൽ നിന്ന് തുടങ്ങുന്നില്ല ഈ പ്രശ്നങ്ങൾ? ഇപ്പോഴത്തെ അന്വേഷണ സംഘം ഒരു പ്രതിയെയെങ്കിലും ഐഡൻറ്റിഫൈ ചെയ്തെങ്കിൽ ഇനി അതിന് ഉപോത്ഭകമായ തെളിവുകൾ ഉണ്ടാക്കൽ എന്നുള്ളൊരു ജോലി കൂടി ഇപ്പോൾ അവരുടെ മേൽ വന്ന് ചേർന്നിരിക്കുകയല്ലേ? ഒരു ഇൻവെസ്റ്റിഗേഷൻ ഏതെങ്കിലും ഒരു ഓഫീസർ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ഫ്രഷ് ഇൻവെസ്റ്റിഗേഷൻ അല്ല, ഫർദർ ഇൻവെസ്റ്റിഗേഷനാണ്. ആദ്യത്തെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസേഴ്സ് ഒരു നിഗമനത്തിലും എത്തിയിരുന്നില്ല. അവർക്ക് ഒരു പ്രതിയെയും തിരിച്ചറിഞ്ഞ് അറസ്റ്റ് ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടില്ല. ഒരു പക്ഷേ അവരുടെ ലീഡ് ചെയ്ത ടീം ലീഡർ ഇതുപോലെ ഇല്ലെങ്കിൽ ഒരു പ്രതിയിലേക്ക് കാര്യമായ തെളിവ് കിട്ടുന്നത് വരെ ഒരു അറസ്റ്റ് വേണ്ട എന്നുള്ള തീരുമാനം എടുത്തത് കൊണ്ടാകാം ഈ ആ സ്റ്റേജിൽ ഒരു പ്രതിയെ കണ്ടെത്താൻ കഴിയാത്തത്. ഇപ്പോൾ കുറച്ചുകൂടെ ദിവസങ്ങൾ കിട്ടി, കുറച്ചുകൂടെ സമയം കിട്ടി, കുറച്ചുകൂടെ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ ശ്രീമതി സന്ധ്യ തന്നെ പറഞ്ഞത് വളരെ കാര്യമായൊരു കാര്യമാണ്. ഞങ്ങൾക്ക് സമയം വേണം. അത് വളരെ പക്വതയുള്ള ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറിൽ നിന്നുണ്ടാകുന്നതാണ്. കാരണം സമയം ആവശ്യമാണ്. പൊതുസമൂഹം അതിൽ അച്ചടക്കം പാലിക്കണം. ഈ പൊതുസമൂഹം ഇന്ന് നാളെ പ്രതിയെ പിടിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവെസ്റ്റിഗേഷൻ അതൊരു പരാജയമായിട്ട് അവസാനം തീരും. കാര്യം ഇതിൽ ട്രയലിൽ യഥാർത്ഥ കുറ്റവാളി കൽത്തുറുങ്കിലേക്ക് പോകുന്നതാണ് ഒരു ഇൻവെസ്റ്റിഗേഷൻ്റെ വിജയം. അല്ലാതെ ഒരു പ്രതിയെ പിടിക്കുക, അപ്പം തന്നെ പ്രതിയെ പിടിച്ചു എന്ന് പറഞ്ഞ് അയാൾക്ക് അവാർഡ് കൊടുക്കുക, പത്രസമ്മേളനം നടത്തുക, ഇതൊന്നും വാസ്തവം പറഞ്ഞാൽ ശരിയായ ഇൻവെസ്റ്റിഗേഷനെ അത് സഹായിക്കില്ല.
ശ്രീ ഉണ്ണിച്ചെറിയാൻ, ഒരു പക്ഷേ നമ്മളിപ്പോൾ ഉന്നയിക്കുന്ന സംശയങ്ങളുടെ മുഴുവൻ മൂല കാരണം എന്ന് പറയുന്നത് പൊതുസമൂഹത്തെ പോലീസ് അഡ്രസ്സ് ചെയ്യാത്തത് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് എന്ന് പറയാം. DGP ബെഹ്റ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ അന്വേഷണത്തിൻ്റെ പ്രാഥമിക ഘട്ടത്തിലാണ്, അതുകൊണ്ട് മാധ്യമങ്ങൾക്കും പൊതുജനങ്ങൾക്കും സ്വീകാര്യമായ ഭാഷയിൽ പോലീസിന് പ്രതികരിക്കാനാകുന്നില്ല എന്ന് വരുമ്പോൾ ഒരു പക്ഷേ പോലീസ് ഇത് അറിഞ്ഞുകൊണ്ട് കേസിനെ കൂടുതൽ ശക്തിപ്പെടുത്താൻ വേണ്ടി മാധ്യമങ്ങളിൽ നിന്നും അതുപോലെ പൊതുസമൂഹത്തിൽ നിന്നും അകന്ന് കഴിയുന്നതാണോ? അല്ല, അങ്ങനെയാണെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. പോലീസിന് അവരുടെ കേസന്വേഷണത്തിൻ്റെ സമയത്ത് അവർക്ക് കിട്ടിയ വിവരങ്ങളെല്ലാം പൊതുസമൂഹത്തോട് പറയണമെന്ന് അവരെ നിർബന്ധിക്കാൻ പറ്റില്ല. അങ്ങനെ അവർ പറഞ്ഞാൽ അവർക്ക് അതിനകത്ത് ഉണ്ടാകാവുന്ന ബുദ്ധിമുട്ടുകൾ അവർക്ക് സ്വാഭാവികമായിട്ട് ഓർമ്മയുണ്ടാവും. അതുകൊണ്ട് അവർ ചെയ്യാതിരിക്കാം. പക്ഷേ പൊതുസമൂഹത്തിൽ എന്ത് സംഭവിക്കുന്നു എന്ന് കൂടി നമ്മൾ ആലോചിക്കണം. ഓരോ ദിവസവും ആളുകൾ കഥ മെനയുകയാണ്. ഇപ്പോൾ ഇന്ന് രാവിലെ തൊട്ട് ഇന്ന് വൈകുന്നേരം വരെ ഞാൻ വായിച്ചിട്ടുള്ള പല ഈ പറഞ്ഞ സാമൂഹ്യ മാധ്യമങ്ങളിൽ വായിച്ചിട്ടുള്ളത് 100 കണക്കിന് കഥകളാണ്. ഈ കഥകൾ ഒരു കൃത്യമായിട്ടുള്ള ഒരു ഉറപ്പും ഇല്ലാതെ ജനങ്ങളുടെ ഇടയിലേക്ക് എത്തുകയും ജനങ്ങളുടെ ഇടയിൽ മൊത്തത്തിൽ ഉണ്ടായിരിക്കുന്നത് ഈ അന്വേഷണ സംവിധാനം തന്നെ ഒരു പരാജയമാണെന്നോ അല്ലെങ്കിൽ ഇവരെ അറസ്റ്റ് ചെയ്ത ഈ പ്രതി തന്നെയാണോ പ്രതി എന്ന് വരെയുള്ളൊരു സംശയത്തിലേക്ക് കാര്യങ്ങളെത്തി. അപ്പോൾ ഇതിനകത്ത് പോലീസ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം പോലീസിന് ഇദ്ദേഹം പറഞ്ഞതുപോലെ പോലീസിന് അവരുടെ സമയം വേണം. പോലീസ് അന്വേഷിക്കുന്ന അവരൊരു പത്രസമ്മേളനം നടത്തുകയോ ഇദ്ദേഹം ഇതാണ് പ്രതി എന്ന് പറയുകയോ ചെയ്തിട്ടില്ല. അവരുടെ ഭാഗം അവർ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടാവണം. നമുക്കറിയില്ല അതിനെപ്പറ്റി. പക്ഷേ പോലീസ് അങ്ങനെ ആയിരിക്കുമ്പോൾ തന്നെ ഈ പൊതുസമൂഹത്തിൽ ഇങ്ങനെ കഥകൾ പടരുകയും ആശങ്കയും ഉണ്ടാവുകയും സംശയങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നത് വലിയൊരു ദുരന്തമാണ്. പൊതുസമൂഹത്തെ പോലീസ് അഡ്രസ്സ് ചെയ്യണ്ട എന്ന് പറയാം. പക്ഷേ ഒന്നാലോചിച്ച് നോക്കൂ, ഇന്ന് ഉണ്ടായ കഥകൾ എത്രയാണെന്ന്. ഇപ്പോൾ നിങ്ങളുടെ ചാനലിൽ തന്നെ നിങ്ങളുടെ ചാനലിൽ നിന്നും മറ്റു ചാനലിൽ നിന്നും കിട്ടുന്ന എല്ലാം വേറെ വേറെ കഥകളാണ്. ആരോ കഥകളൊക്കെ പുറത്തുനിന്ന് ഉണ്ടാക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അത് ആളുകളുടെ ഭാവനയ്ക്കനുസരിച്ച് കഥകൾ വളർന്നു വരികയാണ്. ഇത് പൊതുസമൂഹത്തിൽ വലിയ ആശങ്ക ഉണ്ടാക്കും. പ്രതി ശരിയല്ല എന്നോ ആരെയോ പറ്റിക്കാൻ വേണ്ടി അറസ്റ്റ് ചെയ്തെന്നോ ഉള്ള ഒരു പക്ഷേ ഈ പ്രതി തന്നെയാണ്. ഞാൻ സത്യസന്ധമായിട്ടും വ്യക്തിപരമായിട്ട് വിശ്വസിക്കുന്നത് ഇയാൾ തന്നെയാണ് ഇത് ചെയ്തതെന്നാണ്. പക്ഷേ അത് പൊതുസമൂഹത്തെ വിശ്വസിപ്പിക്കാൻ ബാധ്യതപ്പെട്ട ആളുകൾ അത് ചെയ്യാൻ എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. തീർച്ചയായും ഈ വിഷയത്തിൽ കൂടുതൽ ചർച്ചകളിലേക്ക് പോകാം. അതിനു മുമ്പ് ഒരു ചർച്ചയിലേക്ക് പോകുന്നു. ദീപ, നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നിടത്തോളം ചില സാമ്പത്തിക സഹായങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി വന്നിരുന്നു. അത്തരത്തിലുള്ള സാമ്പത്തിക സഹായങ്ങൾ പലരിൽ നിന്ന് അമ്മ സ്വീകരിച്ചിരുന്നു എന്നും ദീപ പറഞ്ഞു വയ്ക്കുകയുണ്ടായി. ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ ഒരു മറ്റു സംസ്ഥാനത്തെ ഏതെങ്കിലും ആളിൽ നിന്ന് സാമ്പത്തിക സഹായം സ്വീകരിക്കേണ്ട ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ടായിരുന്നോ? നിങ്ങളുടെ വീട് പണിയുമായി ബന്ധപ്പെട്ട് വന്നവരുമായി ഇത്തരത്തിൽ സാമ്പത്തികമായി അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ക്രയവിക്രയങ്ങൾ അവരുടെ കൂലി നൽകലല്ലാതെ മറ്റേതെങ്കിലും തരത്തിലുണ്ടായിരുന്നോ? ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട് പണിയാനുള്ള ആവശ്യമായിരുന്നു ഞങ്ങൾക്ക് ഏറ്റവും വലുത് ഉണ്ടായിരുന്നത്. ഈ പറഞ്ഞ രീതിക്ക് നോക്കുമ്പോൾ വീട് പണിയുന്ന വ്യക്തികൾ, വീട് പണിയാൻ വന്നിരുന്നവർ, അവർക്ക് ജോലി കഴിഞ്ഞ് പോകുമ്പോൾ അവരുടെ ആ പൈസ കൊടുക്കുക എന്നല്ലാതെ മറ്റൊരു വ്യക്തികളുമായിട്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിക്ക് മറ്റു അന്യ സംസ്ഥാന തൊഴിലാളികളോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള വ്യക്തികളുമായിട്ട് ഇതുവരെ ഒരു പണ ഇടപാടുകളോ അല്ലെങ്കിൽ പൈസ കൊടുക്കൽ വാങ്ങലോ ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ അറിവിൽ. അങ്ങനെയൊക്കെ തന്നെയാണെങ്കിൽ സാമ്പത്തികമായിട്ടും ബുദ്ധിമുട്ട് പറഞ്ഞോളൂ. സാമ്പത്തികമായിട്ടും ബുദ്ധിമുട്ട് വന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ വീട് പണിയാനുള്ള പൈസ ഞങ്ങൾക്ക് ഗവൺമെന്റ് തന്നിരിക്കുന്ന ആ തുകയ്ക്ക് അനുസരിച്ച് ഒരു വീട് പണിയാന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ അങ്ങനെ വന്നപ്പോഴാണ് വീടിന്റെ ഭിത്തി കിട്ടാനുള്ള ഹോളോ ബ്രിക്സിന്റെ കട്ട വാങ്ങാൻ പൈസ തികയാതെ വന്നുകൊണ്ടാണ്, അതായത് എൻ്റെ അനിയത്തി മരിക്കുന്നതിൻ്റെ അന്ന് രാവിലെ അമ്മ ഓഫീസുകളിൽ പോയി CPM ഓഫീസിൽ പോയി ഒരു അപേക്ഷയായിട്ട് 2 ദിവസം മുമ്പ് പോയതു. ആ അപേക്ഷയിൽ ഒപ്പിട്ട് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ആ അപേക്ഷയായിട്ട് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 50 രൂപ തരുന്ന അല്ലെങ്കിൽ 10 രൂപ തരുന്ന സ്ഥാനത്ത് 20 രൂപ തരും. അങ്ങനെയുള്ളൊരു പ്രതീക്ഷയോട് കൂടിയാണ് അപ്പോൾ ആ വീട് എങ്ങനെയെങ്കിലും പണി പൂർത്തീകരിക്കാനുള്ള ഏതെങ്കിലും വ്യക്തിയിൽ അവർ സഹായിക്കുമെന്നുള്ള പ്രതീക്ഷയോടെയാണ്. അല്ലാതെ നമുക്ക് ലക്ഷങ്ങളോ കോടികളോ കിട്ടി നമുക്ക് വലിയ ബംഗ്ലാവിൽ കഴിയാനുള്ള ഒരു ആഗ്രഹം കൊണ്ടൊന്നുമല്ല. നമുക്ക് ഒരു കൊച്ചു വീടുണ്ടാക്കി നമുക്ക് പേടിക്കാതെ കിടക്കാനുള്ളൊരു വീടുണ്ടാക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമല്ല. അല്ലാതെ നമുക്ക് ആരിൽ നിന്നും കൂടുതൽ പണം വാങ്ങണമെന്നോ അല്ലെങ്കിൽ പണം കൊടുക്കൽ വാങ്ങൽ അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ അറിവിൽ. ദീപ, ഇതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ പറഞ്ഞു കേൾക്കുന്ന ഒന്ന് കുളക്കടവിൽ വെച്ച് ഉണ്ടായ ഒരു പ്രശ്നമാണ്. അമ്മ തന്നെ ഒരാളെ തല്ലിയെന്നും അത് ജിഷ സാക്ഷിയായിരുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. ജിഷ ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നു, നമുക്ക് ജിഷയോട് ചോദിക്കാൻ പറ്റില്ല. പക്ഷേ ദീപ ഈ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അമ്മയോട് ചോദിക്കുകയുണ്ടായോ ഇങ്ങനൊരു സംഭവം ഉണ്ടായോ എന്ന്? ഞാൻ ചോദിച്ചിരുന്നു. കാരണം എൻ്റെ അമ്മ പറഞ്ഞു അങ്ങനെ ഒരു വിഷയമേ ഉണ്ടായില്ല. കാരണം ഇത്രയും ദിവസങ്ങളെ, കാരണം അമ്മയ്ക്ക് ബൈക്ക് ആക്സിഡന്റ് പറ്റിയിട്ട് 3 മാസത്തിന്റെ കൂടുതലായിട്ടുണ്ട്. കാരണം
ആ പാടില്ലാത്തൊരു വ്യക്തി എൻ്റെ അമ്മ തോട്ടി കുളിക്കാൻ പോവുകയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രതിയുമായ കാണുകയോ വാക്കേറ്റുണ്ടാവുകയോ തല്ലുകയോ അങ്ങനെയുള്ള സംഭവമേ ഉണ്ടായിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു കഥ മെനഞ്ഞുണ്ടാക്കിയ വ്യക്തി ആരാണെങ്കിൽ തന്നെയാണെങ്കിലും നാളെ അവരുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതിലും വലിയൊരു തിരിച്ചടിയായിരിക്കും. എനിക്കത്ര പറയാനുള്ളൂ. കാരണം നമ്മൾ കാണാത്ത ഒരു കാര്യം കണ്ടു എന്ന് പറയുക, അല്ലെങ്കിൽ ഇല്ലാത്തൊരു കാര്യം ഉണ്ടാക്കി പറയുക ഇന്ന് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മനുഷ്യരുടെ ഇടയിൽ ഉണ്ടാകുന്ന ഒരു സ്വഭാവമാണ് ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി മെനഞ്ഞു പറയുക എന്നുള്ളത്. അത് എന്തിനു വേണ്ടിയാണ് എന്നുള്ളത് എനിക്ക് ഇതുവരെ വ്യക്തമല്ല. കാരണം ഇപ്പോൾ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് എനിക്ക് എൻ്റെ കൂടപ്പിറപ്പിനെയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ സമൂഹത്തിൽ ഇത് കേൾക്കുന്ന എല്ലാവരോടും കൂടി പറയാനുള്ളത്, നമ്മളില്ലാത്ത കാര്യങ്ങൾ ഒരിക്കലും ഒരാളെ പറ്റി പറയരുത്. നമ്മൾ നല്ല കാര്യങ്ങൾ പറഞ്ഞോ, അതിലൊരു വിരോധമല്ല, ഒരു കുഴപ്പമില്ല. പക്ഷെ നമ്മളില്ലാത്ത കാര്യങ്ങൾ ഇപ്പോൾ ഞങ്ങൾ സമൂഹത്തിൽ ഒരുപാട് നീറി വേദനിച്ച് നിൽക്കുകയാണ്. ഇതിൻ്റെ പുറകെ കൂടിയാണ് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ഞങ്ങളുടെ മുഖത്ത് കരിവായത്തേക്ക് ഞങ്ങൾ സമൂഹത്തിൽ ഇത്രയും ഞങ്ങളെ എന്താ പറയുക താഴ്ത്തി ഞങ്ങളെ അത്ര അധപതിച്ച രീതിയിൽ ഞങ്ങൾ ആക്കി തീർത്തു. എന്നിട്ടും ഇനിയും എന്തിനാണ് ഞങ്ങളിങ്ങനെ ഉപദ്രവിക്കുന്നതാണ് ഞങ്ങൾക്ക് മനസ്സിലാവാത്ത കാര്യം. ഇതിൽ ആർക്കാണ് അത്ര ഉത്കണ്ഠത? ആർക്കതുകൊണ്ട് എന്ത് നേട്ടമുണ്ട്? എന്തിനു വേണ്ടി അത് അങ്ങനെ ചെയ്യുന്നേ? പണത്തിന് വേണ്ടിയിട്ടാണോ? അല്ലെങ്കിൽ മറ്റാരുടെ സപ്പോർട്ടുണ്ടോ? അതുകൊണ്ട് ഒരു നേട്ടം എനിക്ക് തോന്നുന്നില്ല. സ്വാഭാവികമായിട്ടും ഇത് ചിന്തിക്കുക ഏതൊരു കുട്ടിക്ക് പോലും, അറിവും വിദ്യാഭ്യാസമുള്ള ഏതൊരു വ്യക്തിക്ക് പോലും ചിന്തിക്കാവുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ദീപ പറഞ്ഞത് നമ്മൾ കേട്ട് കഴിഞ്ഞു. ആ കുടുംബത്തെ അങ്ങനെ ഇത്തരത്തിൽ ഇപ്പോൾ പത്രങ്ങളിലും അതുപോലെ തന്നെ പോലീസിൽ നിന്ന് അൺഒഫീഷ്യലായി കിട്ടുന്ന വിവരങ്ങളിൽ നിന്നും ലഭിക്കുന്ന സൂചനകൾ ദീപ തള്ളിക്കളയുകയാണ്. അത്തരമൊരു സംഭവ വികാസങ്ങളില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അന്യസംസ്ഥാന തൊഴിലാളിയുമായി ഏതെങ്കിലും തരത്തിലുള്ള ക്രയവിക്രയങ്ങൾ നടന്നിട്ടില്ല, അത്തരത്തിൽ ഒരു ശത്രുതയുടെ കാര്യമില്ല എന്നൊക്കെ തന്നെ ദീപ പറയുക എന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ കേസിൽ ഒരുപക്ഷെ ഈ അമീറുൽ ഇസ്ലാമിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു കൊലപാതകം നടത്താനുള്ള മോട്ടീവ് ഉണ്ടാകണ്ടേ എന്നൊരു ചോദ്യം കോടതിയിൽ വന്നാൽ എന്ത് ചെയ്യാൻ കഴിയും? അല്ല, അതുതന്നെയാണ് ഈ കേസിൻ്റെ ഏറ്റവും വലിയ ദൗർബല്യം. ഇപ്പോൾ മാധ്യമങ്ങളോട് എല്ലാം തുറന്നു പറയണം, എല്ലാ കാര്യം വെളിപ്പെടുത്തണം പോലീസ് എന്ന് നമ്മൾ നിർബന്ധിക്കുന്നില്ല, അതവർക്ക് ചെയ്യാൻ കഴിയില്ല. പക്ഷെ ഒന്നുമില്ലായ്മ അത് മാധ്യമങ്ങൾ ഒരിക്കലും ടോളറേറ്റ് ചെയ്യില്ല. ശൂന്യത മാധ്യമങ്ങൾക്ക് സ്വീകരിക്കാവുന്ന ഒരവസ്ഥയല്ല. അതുകൊണ്ട് വാർത്തകൾ വന്നുകൊണ്ടിരിക്കും, കഥകൾ വന്നുകൊണ്ടിരിക്കും. അതെല്ലാം അവിടെ നിൽക്കട്ടെ. നമ്മുടെ ഇപ്പോഴത്തെ ഉത്കണ്ഠ കുറ്റമറ്റ രീതിയിൽ ഒരു കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കാൻ അന്വേഷണ സംഘത്തിന് കഴിയണം. അതിപ്പോൾ നമുക്ക് കിട്ടിയ വിവരങ്ങൾ വെച്ച് അത് സാധിക്കും എന്ന് തോന്നുന്നില്ല. ഇവിടെ സാഹചര്യ തെളിവുകൾ, അതാ ലിങ്ക്, അത് കണ്ണികൾ പൂർണ്ണമാകുന്നില്ല. തൊണ്ടി ഇനിയും വന്നിട്ടില്ല. അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ടത് മോട്ടീവ്. എന്താണ് മോട്ടീവ്? ആ മോട്ടീവ് പലതും പൊതുസമൂഹം പല മോട്ടീവും ആരോപിക്കുന്നുണ്ട്. അതിൽ കുറേയൊക്കെ ഇപ്പോൾ ദീപ തന്നെ തള്ളിക്കളഞ്ഞു. മറ്റ് രീതിയിലും അത് സ്ഥാപിക്കുന്നതിനുള്ള തെളിവുകൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഇത്രമാത്രം പൊതുജന ശ്രദ്ധ ആകർഷിച്ച ഒരു കേസ്, ആ കേസ് എങ്ങും എത്താതെ പോകുന്നൊരവസ്ഥ ഉണ്ടാവരുത്. അത് ഉണ്ടാവില്ല എന്ന് തന്നെ ഞാൻ കരുതുന്നു. ആ ഒരു ആശങ്കയിലാണ് ഈ സംശയങ്ങളൊക്കെ നമ്മൾ ഉന്നയിക്കുന്നത്. തീർച്ചയായും ശ്രീ ജോർജ് ജോസഫ്, ഇത്തരത്തിൽ ഇപ്പോൾ ദീപ പറഞ്ഞ സ്ഥിതിക്കാണെങ്കിൽ കുടുംബത്തിന് ശത്രുക്കളില്ല, സാമ്പത്തിക ഇടപാടുകളില്ല. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഒരു ലഹരിക്കടിമയായ വ്യക്തി, അല്ലെങ്കിൽ അമീറുൽ ഇസ്ലാം എന്ന ലഹരിക്കടിമയായ വ്യക്തി ഏകപക്ഷീയമായൊരു തീരുമാനമെടുത്ത് ജിഷയുടെ ബലാത്സംഗം ലക്ഷ്യം, കൊലപാതകം പിന്നീട്, അത്തരത്തിൽ ഒരു സാധ്യതയാണോ ഇപ്പോഴും പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കാവുന്ന തരത്തിലുള്ള സൂചനകൾ? ദീപയുടെ സംസാരം കേട്ടപ്പോൾ ഞാൻ ഡോക്ടർ സെബാസ്റ്റ്യൻ പോളിൻ്റെ അഭിപ്രായവും കൂടെ കേട്ടു. രണ്ടുപേരുടെയും അദ്ദേഹത്തിൻ്റെ ആ ഒരു ചിന്താഗതി തന്നെയാണ് എനിക്കുള്ളത്. കാരണം ദീപ പറയണത് സഹോദരി ആരോടും അങ്ങനെ മിങ്കിൾ ചെയ്യത്തില്ല, എല്ലാവരോടും അനീതി കണ്ടാൽ എതിർക്കും, നല്ല ക്യാരക്ടറുള്ളൊരു കുട്ടിയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു കുട്ടി ഈ ഇതുപോലെയുള്ള ഒരു മദ്യപാനിയായ ഒരു ഭാഷ പോലും അറിയാത്ത ഒരു അമീറുൽ ഇസ്ലാം എന്ന അയാളുമായിട്ട് ബന്ധപ്പെടുമോ? സാധ്യത വളരെ കുറവാണ്. അപ്പോൾ മോട്ടീവ് വളരെ വീക്കായിപ്പോയി. അപ്പോൾ ഒരു മോട്ടീവില്ല. ആ പ്രതി ജിഷയെ കൊല്ലാനായിട്ട് ഒരു മോട്ടീവ് ഇപ്പം ഇല്ല. അതുപോലെ തന്നെ ഇപ്പം കഴിഞ്ഞ ദിവസം പത്രത്തിലൊരു വാർത്ത കണ്ടു. കേസ് ഓരോ ദിവസം വളരെ വീക്കായി പോയിക്കൊണ്ടിരിക്കുന്ന പോലെയാണ് എന്നെപ്പോലുള്ളവർക്ക് തോന്നുന്നത്. കഴിഞ്ഞ ദിവസം എല്ലാ പത്രങ്ങളിലും ആസാമിൽ പോയ
അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ എല്ലാ പത്രങ്ങളിലും വന്നതുകൊണ്ട് അത് പോലീസ് തന്നെ കൊടുത്തൊരു വാർത്തയായിട്ട് ഞാൻ വിചാരിക്കുകയുള്ളൂ. എല്ലാ പത്രത്തിലും ഒരുപോലെ വാർത്ത വന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ പ്രതി 6 വർഷം മുമ്പ് വീട് പൊട്ടുപോയതാണെങ്കിലും അയാൾ ഇപ്പം ചെന്ന് കഴിഞ്ഞപ്പോൾ അയാൾ അവിടുത്തെ ആസാമിലെ ഇലക്ഷൻ 11-ാം തീയതി, രണ്ടാമത്തെ ഇലക്ഷൻ April 11, 12, അതിനുശേഷം ഒരാഴ്ച അവിടെ ഉണ്ടായിരുന്നു. അപ്പം കൃത്യത്തിൽ അയാൾ ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ ഇൻഡിക്കേഷൻ. അതൊരു പക്ഷേ അച്ഛൻ്റെതായി വന്ന ഒരു സ്റ്റേറ്റ്മെന്റ്. അല്ലല്ല, അവിടെ എല്ലാവരും പറഞ്ഞു, അമ്മ പറഞ്ഞു, ഇയാളുടെ സഹോദരി പറഞ്ഞു, അയൽവക്കംകാർ പറഞ്ഞു. അവിടുത്തെ ഇലക്ഷന് മുമ്പ് അയാൾ അവിടെ വന്നു, ഒരാഴ്ചത്തോളം അവിടെ ഉണ്ടായിരുന്നു. അത് ഈ കേസിന് വളരെ ഹിറ്റിംഗ് ആയിട്ടുള്ള ഒരു എവിഡൻസാണ് അത്. കാരണം അത് അവർ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റാണ്. അവരെ ഈ കേസിലെ സാക്ഷിയാക്കാതിരിക്കാനും ഒക്കില്ല. മിക്കവാറും ആരെങ്കിലും സാക്ഷി പറയാൻ വരും, അപ്പോൾ ഇതേ പറയുള്ളൂ. അപ്പം ദീപയുടെ ഇതുവരെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് കണ്ടപ്പോൾ അങ്ങനെയുള്ളൊരു ക്യാരക്ടറുള്ള അവന് ഒരിക്കലും ഈ സഹോദരി ജിഷയായിട്ടൊരു കോണ്ടാക്റ്റ് വരാനുള്ള സാധ്യതയില്ല. ഈ കേസ് സർക്കംസ്റ്റാൻഷ്യൽ സാഹചര്യ തെളിവിൽ മാത്രമാണ് നിലനിൽക്കുന്നത്. ആ സാഹചര്യ തെളിവിന് മോട്ടീവ് വളരെ പ്രാധാന്യമുണ്ട്. നമുക്ക് റോഡിൽ കിടന്ന് ആരെങ്കിലും തല്ലുകൊണ്ടു ഒരാളെ കുത്തിക്കൊന്നാൽ അതിന് മോട്ടീവ് വേണ്ട. ആൾക്കാർ കണ്ടവർ നിൽക്കുകയാണ്, സാക്ഷികൾ. ഈ കേസിൽ പ്രത്യേകിച്ച് സാഹചര്യ തെളിവായതുകൊണ്ട് എന്തിനാണ് ജിഷയെ കൊന്നത് അത് വളരെ പരമപ്രധാനമായ കാര്യമാണ്. ഇങ്ങനൊരു ക്യാരക്ടറുമായിട്ട് ദീപയുടെ സംസാരത്തിൽ നിന്ന് ഒരിക്കലും ജിഷ അടുക്കില്ല. ഇപ്പം പോലീസ് പറയുന്ന കഥയനുസരിച്ച് ഇയാളൊരു വൈകൃതമുള്ള സെക്ഷൽ വൈകൃതമുള്ള ആളാന്നൊക്കെ പറഞ്ഞൊക്കെ കാര്യം ശരി തന്നെ. പക്ഷേ അങ്ങനെയുള്ള ഒരാളുമായിട്ട് ജിഷ അടുക്കാനുള്ള സാധ്യത വളരെ മങ്ങിയിപ്പം. അതിന് എന്ത് ഐഡൻറ്റിഫിക്കേഷൻ പരിപാടി നടത്തിയാലും ശരി, അത് ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റും ഇത് ഏതായാലും ദീപ എന്തായാലും കോടതിയിൽ പോവും, സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കേണ്ടി വരും. അന്ന് ഈ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ പറയും. കേസ് പോലീസിന് വളരെ സങ്കീർണമായി പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി എത്ര പ്രാവശ്യം അവനെ ട്രൂ കൺഫഷൻ പറഞ്ഞാലും അതനുസരിച്ചുള്ള ഇദ്ദേഹം പറഞ്ഞ പോലെ അജകുമാർ അഡ്വക്കേറ്റ് പറഞ്ഞ പോലെ 27 റിക്കവറി എന്ന് പറഞ്ഞാൽ തെളിവ് നിയമം അനുസരിച്ച് പോലീസിന് മുമ്പിൽ പറയുന്ന കുറ്റസമ്മത മൊഴികളൊന്നും ഒരു കോടതിയും സ്വീകരിക്കില്ല. പക്ഷേ റിക്കവറി മാത്രമെന്ന് പറഞ്ഞാൽ അയാൾ കുത്തിയ കത്തി ഞാൻ ഇന്നെടുത്ത് വെച്ചിട്ടുണ്ട്, അത് എടുത്ത് കൊണ്ടുവന്നാൽ അതുമാത്രം പ്രതി പറഞ്ഞവർ അറിയും. നമുക്ക് ആർക്കും അറിയത്തില്ല അയാൾ കത്തി ഇവിടെ വെച്ചതെന്ന്. അതുമാത്രം കോടതി സ്വീകരിക്കും. പക്ഷേ ആ കത്തി ഈ മുറിവുണ്ടാക്കാൻ പര്യാപ്തമായ ആയുധമായിരിക്കണം. അവിടെ കൂടെ തെറ്റും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഞങ്ങളെപ്പോലെയുള്ളവരും രാജകുമാർ ഞങ്ങൾ ഇത് നിരന്തരം ഇത് വാച്ച് ചെയ്യുന്ന ആൾക്കാരാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. പോലീസ് ഇത് എവിടെ കൊണ്ട് എത്തിക്കും എന്നുള്ളതാണ് പേടി. ഇത്രയും വലിയൊരു കൊലപാതകം നടന്നിട്ട്, ഇത്രയും ക്രൂരമായ ഒരു കൊലപാതകം നടന്നിട്ട് പ്രതിക്ക് ശിക്ഷ കൊടുക്കാതെ പോകുന്ന ഒരു പരിതസ്ഥിതിയാണ് ഇപ്പോൾ ഉണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് ഞങ്ങളെല്ലാം പോലുള്ളവർ വളരെ ശ്രദ്ധിക്കുന്നുകൊണ്ടാണ് അത് പറയുന്നത്. വളരെ വീക്കായ മോട്ടീവാണ്. ആ വീടുമായിട്ട് നല്ല അടുപ്പമുള്ള ഒരാൾ തന്നെയാണ് ഇത് ചെയ്തത്, അതിന് യാതൊരു സംശയമില്ല. അതേസമയത്ത് ഇയാൾ ഇപ്പോഴത്തെ പ്രതിക്ക് ആ വീടുമായിട്ട് എന്തെങ്കിലും ഒരു അടുപ്പം വരാനുള്ള സാധ്യത വളരെ കുറവാണ്. ജിഷയുടെ സ്വഭാവം വെച്ചിട്ട്, ദീപ പറഞ്ഞ ആ സ്വഭാവം വെച്ചിട്ട് വളരെ കുറവുള്ളതായിട്ടാണ് തോന്നുന്നത്. അതുകൊണ്ട് പോലീസിൻ്റെ റിമാൻഡിനകത്ത് വലിയ തെളിവുകളൊന്നും കാണാം. ആകെയുള്ള 3 കാര്യങ്ങളാണ്. DNA ഫിംഗർ പ്രിൻറ്റിങ്. DNA ഫിംഗർ പ്രിൻറ്റിങ്ങിൻ്റെ കാര്യം വെരി സെൻസിറ്റീവായ ഒരു പരീക്ഷണമാണ് അത്. അതിനകത്ത് അവർ സലൈവായെന്ന് അവർ ഇപ്പം DNA ഫിംഗർ പ്രിൻ്റ് എടുത്തെന്ന് പറയുന്നത് എന്നെപ്പോലെയുള്ളവരും ഇദ്ദേഹത്തെ പോലെയുള്ളവരും അത് ഞങ്ങൾക്ക് സ്വല്പം ബുദ്ധിമുട്ടാണ് സ്വീകരിക്കാൻ. കാരണം അത് സലൈവ ബക്കലല്ല, വായിക്കാത്തുനിന്ന് എടുത്ത സലൈവയല്ല, വേറൊരു ഒരു തുണിയിൽ അവരുടെ ചുരിദാറിൽ കടിച്ചപ്പോൾ ഉള്ളതാണ്. അപ്പോൾ അതിനകത്തൊക്കെ ആ കടിയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അതിപ്പോഴും അതൊക്കെ കോടതി വരുമ്പോഴേ അറിയാനൊക്കെയുള്ളൂ. കാരണം ആ കടിയുടെ സ്വഭാവം, കടിയുടെ നീളം, വീതിയൊക്കെ എന്നെപ്പോലുള്ളവർ ചിന്തിക്കും ഞങ്ങൾ. കാരണം അതൊരു കടിയാണോ? അപ്പം ജിഷയുടെ മുഖത്തും ദേഹത്തുള്ള പല പല പരിക്കുകൾ ഉണ്ട്, ചെറുതും വലുതായ പരിക്കുണ്ട്. അത് ആ ആയുധം കൊണ്ടുണ്ടായ പരിക്കുകളാണ്. അതിന് കറസ്പോണ്ടിങ് ഉള്ളൊരു ഇതാണോ? അതൊക്കെ പോലീസ് എടുക്കുന്നുണ്ടാവുമായിരിക്കും മിക്കവാറും, കടി തന്നെയാണോ ഇല്ലയോ എന്ന്. പക്ഷേ അതിനകത്തൊക്കെ വളരെ ദുരൂഹതയുണ്ട്. ആ സലൈവയുടെ പുറത്ത് ജിഷ ഒരു പൂള ബ്ലഡിലാണ് കിടന്നത്. അപ്പം കഴുത്തിലുള്ള കുത്തൊക്കെ ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ അവിടെ ഒരു പൂള ബ്ലഡിൽ കിടന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ പുറത്ത് ബ്ലഡും പറ്റിയിട്ടുണ്ട്. ബ്ലഡ് ശരീരത്തിൽ നിന്ന് വെളിയിൽ വന്നു കഴിഞ്ഞാൽ കണ്ടാമിനേഷൻ ആവും, അപ്പം തന്നെ കണ്ടാമിനേറ്റഡ് ആവും. അപ്പോൾ അങ്ങനെ അത് സെപ്പറേറ്റ് ചെയ്യാൻ സലൈവയും ബ്ലഡും അവിടെയുള്ള ഈ ഇമ്പ്യൂരിറ്റീസ് എല്ലാം പറ്റിക്കഴിഞ്ഞത് അതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നത് വളരെ ഒരു പ്രോസസ്സാണ്. പക്ഷേ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെയും ഇത് DNA ഫിംഗർ പ്രിൻറ്റിങ് എടുത്ത ആ എക്സ്പെർട്ടിനെ കോടതി വിസ്തരിക്കും. അത് എങ്ങനെ എടുത്തെന്നും അത് ഇനി അത് വേറെ വല്ല ലാബിലോട്ട് അയക്കേണ്ടി വരുമോ എന്നൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്.
അപ്പോൾ ആ DNA ഫിംഗർ പ്രിൻറ്റിങ്ങിലൊക്കെയാണ് പോലീസ് ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ ഒരു കൺക്ലൂസീവ് പ്രൂവ് ഒരു സാധനം കൈ കിട്ടിയെന്ന് പറഞ്ഞാൽ മറ്റുള്ള എവിഡൻസസ് റിക്കവറി മറ്റുള്ള കാര്യങ്ങളെല്ലാം ഫ്ലോപ്പ് ആയി കഴിഞ്ഞാൽ ഇതുകൊണ്ട് യാതൊരു പ്രയോജനവും. ന്യൂസ് ന്യൂസിൽ ചർച്ച തുടരുന്നു. ജിഷ വധക്കേസിൽ ഇനി എന്ത്? അഡ്വക്കേറ്റ് അജയകുമാർ, ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറഞ്ഞ് പോലീസ് നേരിടുന്ന ഒരു പ്രശ്നം ഇദ്ദേഹത്തിൻ്റെ ഭാഷ തന്നെയായിരിക്കും. ഈ ഭാഷയിൽ ചോദ്യം ചെയ്യാൻ നമ്മുടെ പോലീസിനാകില്ല. അതുകൊണ്ട് ദ്വിഭാഷിയെ വെച്ചിട്ട് വേണം ഇത്തരം കാര്യങ്ങൾ വിവരങ്ങൾ ശേഖരിക്കാൻ. ഈ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് എത്രത്തോളം ഈ കേസിനെ ഇത്തരത്തിൽ ഒരു പ്രശ്നമായി മാറുന്നുണ്ട്? സാരമായി ബാധിക്കും. കാരണം 27 റിക്കവറിയിൽ അഡ്മിസിബിളായിട്ട് പറയുന്നത് ഒരു ഫാക്റ്റ്, ആ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് പ്രതി കൊടുക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നും ഒരു ഫാക്റ്റ് ഡിസ്കവർ ചെയ്താൽ ആ ഫാക്റ്റ് മാത്രം എടുക്കാനേ 27 സെക്ഷൻസ് പെർമിറ്റ് ചെയ്യുന്നുള്ളൂ. ഇവിടെ അയാൾ പോലീസിനോടല്ല കൺഫസ് ചെയ്യുന്നത്, അയാൾ പോലീസിൻ്റെ മുമ്പിൽ കൺഫസ് ചെയ്യുമ്പോൾ വേറൊരാളത് മനസ്സിലാക്കുന്നു. ഒരു ദ്വിഭാഷി, അയാളുടെ സ്റ്റാറ്റസ് എന്താണ്? അയാൾ മറ്റൊരു അന്യസംസ്ഥാന തൊഴിലാളി, നേരത്തെ വന്നവൻ. ഞാൻ മനസ്സിലാക്കുന്നത് അതാണ്. അയാൾക്ക് ആസാമീസ് ഭാഷയും മലയാളം ഭാഷയും ട്രാൻസ്ലേറ്റ് ചെയ്ത് അർത്ഥവ്യത്യാസം കൂടാതെ ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള എന്ത് ആധികാരികമായ ക്വാളിറ്റിയാണുള്ളത്, ഇല്ലെങ്കിൽ ക്വാളിഫിക്കേഷനാണുള്ളത്? അത് കോടതിയിൽ ഇയാളുടെ ക്രോസ് എക്സാമിനേഷൻ ഫേസ് ചെയ്യുമ്പോൾ ഇയാൾ എത്രത്തോളം സ്വീകാര്യനായ ഒരു വിറ്റ്നസ് ആവും? അപ്പോൾ തന്നെ 27 റിക്കവറിയുടെ ബേസിസ് നമ്മൾ കട്ട് ചെയ്യുകയല്ലേ? അല്ല, ഒരു ആസാം ഭാഷ അറിയാവുന്നുള്ള ഒരു പ്രൊഫസറെയോ മലയാളം ഭാഷ അറിയാവുന്നുള്ള ഒരു പ്രൊഫസറെയോ ഇംഗ്ലീഷിലൂടെയെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന ആധികാരികമായ ഒരാളെയോ ഉപയോഗിച്ചായിരുന്നു ഈ കൺഫെഷൻ റെക്കോർഡ് ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ സ്വീകാര്യത വരുമായിരുന്നു. ഇനി അതുമാത്രമല്ല, ഇതിൽ പോലീസ് ഏറ്റവും കൂടുതലായി ഇപ്പോൾ ബുദ്ധിമുട്ട് അനുഭവിക്കാൻ വരുന്ന ചലഞ്ച്, പ്രതിയെ അറസ്റ്റ് ചെയ്തു, 90 ദിവസത്തിനകം കുറ്റപത്രം കോടതിയിലെത്തിയില്ലെങ്കിൽ പ്രതിക്ക് ജാമ്യം കിട്ടാനുള്ള നിയമപരമായ അവകാശമുണ്ട്. 90 ദിവസത്തിൽ 2 ദിവസം ഇപ്പോൾ പോയി. ഇനി ബാക്കിയുള്ള 88 ദിവസത്തിനകത്ത് ഇതിൻ്റെ തെളിവ് ശേഖരണം പൂർത്തിയാക്കി ഫൈനൽ റിപ്പോർട്ട് കോടതിയിൽ ഹാജരാക്കാത്തിടത്തോളം കാലം ഈ പ്രതിക്ക് നിയമപരമായി ജാമ്യം കിട്ടിയാൽ പിന്നെ ഈ ഇൻവെസ്റ്റിഗേഷൻ, ഈ ട്രയലിൻ്റെ ബാക്കി കാര്യങ്ങൾ എങ്ങനെ പോകും? അതും ഒരു വലിയ ചലഞ്ചാണ്. അതുകൊണ്ട് തന്നെ ഈ അറസ്റ്റ് റെക്കോർഡ് ചെയ്ത് ഒരു പ്രതി, ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന വാർത്തകളനുസരിച്ച്, ഇന്നൊക്കെ കേട്ട വാർത്തകളനുസരിച്ച് ഒരു ട്രെൻഡ്, അത് ഇൻവെസ്റ്റിഗേഷനിൽ ചിലപ്പോൾ ബുദ്ധിപൂർവ്വമുള്ള ഒരു ലീക്ക് ചെയ്യുന്നതാണ്. ഒരു പ്രതി ആണെന്ന് പറഞ്ഞിട്ട് സമൂഹം വിശ്വസിക്കുന്നില്ല. ഇനി ഒരാൾ കൂടെ ഉണ്ടോ, അയാളെ നോക്കിക്കൊണ്ട് അടുത്ത ഇൻവെസ്റ്റിഗേഷൻ പോവുകയാണ്. അങ്ങനെ പോകുമ്പോൾ എന്തുകൊണ്ട് ഇതെല്ലാം നേരത്തെ ശേഖരിച്ചതിന് ശേഷം പ്രതിയെ അറസ്റ്റ് ചെയ്തില്ല? അങ്ങനെ ആയിരുന്നെങ്കിൽ ഇതിൻ്റെ പുതിയ അന്വേഷണ സംഘത്തിന് ഏതാനും ദിവസങ്ങളല്ലേ കിട്ടിയിട്ടുള്ളൂ എന്നുള്ള ഒരു വാദം പോലീസിന് മുന്നോട്ട്. അത് ശരിയാണല്ലോ. ഒരു പ്രതിയെ കിട്ടിക്കഴിഞ്ഞാൽ ശരിയായ ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ആണെങ്കിൽ എത്ര കാലം അവനെ വാച്ച് ചെയ്യും? അവനെ പോവാൻ സമ്മതിക്കാതെ അവനെ ഒരു സർവിജിലൻസിൽ വച്ചുകൊണ്ട് ബാക്കി തെളിവ് ശേഖരണങ്ങൾ നടത്തുന്നതിൽ എത്ര പ്രഗത്ഭമായ കേസുകൾ ഞങ്ങൾ കൈകാര്യം ചെയ്ത കേസുകളിലൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. എത്ര വിദഗ്ധമായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ പുതിയ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ ഒരു മാനിയ എന്ന് പറയുന്നത്, അത് ഈ കേസ് മാത്രമല്ല, മൊബൈൽ ടവർ, മൊബൈൽ ഫോൺ, ഇതിൽ വച്ച് പ്രതികളുടെ സഞ്ചാരപഥം കണ്ടെത്തി അതിൽ നിന്നൊരു മാപ്പും അതും കൊണ്ടുവരുന്നത് ഒരു പോലീസുകാരനായിരിക്കും. സൈബർ സെല്ലിലെ ഏതെങ്കിലും ഒരു പോലീസ് കോൺസ്റ്റബിൾ ആയിരിക്കും അതിൻ്റെ എക്സ്പെർട്ടായിട്ട് വിസ്തരിക്കപ്പെടുക. ഇനി ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റീവ് ആയിട്ടുള്ള ഒരു മൊബൈലിൻ്റെയും ലിസ്റ്റ് അവർ കൊണ്ടുവരില്ല. കാരണം കൊണ്ടുവന്നാൽ ഇത് കോൺട്രഡിക്റ്റ് ചെയ്യപ്പെടും. 1 വർഷം കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ഇറേസ് ചെയ്തു പോകും. ഈ പല കേസുകളിലും നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ള സമയത്ത് പറയുന്നത് 1 വർഷം വരെ ഞങ്ങൾ ഈ ഡേറ്റ സൂക്ഷിക്കാറുള്ളൂ. മൊബൈൽ കമ്പനികളെല്ലാം പറയും സ്റ്റോറേജ് കൂടുതലാവുകൊണ്ട് ഞങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളയും. ചിലപ്പോൾ പോലീസ് തന്നെ അവർക്ക് നിർദ്ദേശം കൊടുക്കും ഡിലീറ്റ് ചെയ്ത് കളയാൻ. ആ ഒരു ചലഞ്ച് വരുന്നു കഴിയുമ്പോൾ ഈ മൊബൈൽ ടവർ അനുസരിച്ച്, മൊബൈൽ ടവർ പ്രതിയിലേക്ക് ഇൻവെസ്റ്റിഗേഷൻ മീൻസിന് എത്താനുള്ളതാണ്. പക്ഷേ അത് എത്രത്തോളം സ്വീകാര്യമായ ഒരു തെളിവാണ് എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോൾ സുപ്രീം കോടതി വരെ അംഗീകരിച്ചിട്ടുണ്ട് മൊബൈൽ ടവറിൻ്റെ ഇത് നമുക്ക് സ്വീകരിക്കാം, തെളിവായി സ്വീകരിക്കാം, ഒരു പീസ് ഓഫ് എവിഡൻസ് ആയിട്ട് നമുക്ക് എടുക്കാം. പക്ഷേ അതുകൊണ്ട് മാത്രം ഇയാൾ ഈ സമയത്ത് ഇതിലൂടെ പാസ് ചെയ്തിരുന്നു എന്ന് പറയാൻ നമുക്ക് കഴിയുമോ?
ശ്രീ ഉണ്ണിച്ചെറിയാൻ, ഇതിൽ ഒരു പൊതുബോധത്തിൻ്റെ ഒരു പ്രശ്നം കൂടിയില്ലേ? നമ്മുടെ ഈ ആകുലത, മാധ്യമങ്ങളുടെ ആകുലത, പൊതുസമൂഹത്തിൻ്റെ ആകുലത എന്നൊക്കെ പറയുന്നത് പോലീസിൻ്റെ മൗനത്തിൽ നിന്നുണ്ടാകുന്നതാണെന്ന് ഒരുപക്ഷെ നമുക്ക് ധരിക്കാം. രണ്ട് കാര്യങ്ങളിൽ പോലീസ് വിജയിച്ചിട്ടുണ്ട്. ഒന്ന്, ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, അമീനുൽ ഇസ്ലാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. രണ്ട്, ഒരു സാക്ഷി പ്രതിയെ മജിസ്ട്രേറ്റിന് മുന്നിൽ വെച്ച് തിരിച്ചറിയൽ പരേഡിൽ തിരിച്ചറിഞ്ഞിട്ടുമുണ്ട്. ഈ രണ്ട് സാഹചര്യങ്ങളിൽ വളരെ അനുകൂലമായിട്ട് ഘടകങ്ങളാണെങ്കിൽ പോലും ഈ വിവരങ്ങൾ കിട്ടാത്ത ഒരു പ്രശ്നമാണോ നമുക്കൊക്കെ ഉള്ളത്? അത് രാജീവ്, ഇതിൻ്റെ ഒരു നിയമപരമായ വശമോ അല്ലെങ്കിൽ കേസന്വേഷണത്തിൻ്റെ സാങ്കേതികതയിലൊന്നും എനിക്ക് അഭിപ്രായം പറയാനില്ല. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കുക. കഴിഞ്ഞ ഏപ്രിൽ മാസം 28-ാം തീയതി നമ്മുടെ കേരളത്തിലൊരു തെരഞ്ഞെടുപ്പ് നടക്കുന്ന കാലത്ത് ഒരു പെൺകുട്ടി കൊല്ലപ്പെടുന്നു. അതിക്രൂരമായി, മൃഗീയമായി, പൈശാചികമായി കൊല്ലപ്പെടുന്നു. ഈ കൊല്ലപ്പെട്ടതിന് ശേഷം അടുത്ത 4 ദിവസം ഇതിനെപ്പറ്റി കേരളത്തിൽ ഒരാൾ ഒന്നും അറിയുന്നില്ല. അവിടുന്ന് തുടങ്ങുന്ന ദുരൂഹതയാണ്. ഇതാണ് ഇപ്പോൾ ഈ ഒരു പ്രതിയെ സാധാരണ ഒരു കേസ് പോലെ അല്ലാതെ ആക്കി തീർത്തത് അന്നത്തെ ആദ്യത്തെ 4 ദിവസമാണ്. ഈ 4 ദിവസം ഈ പെൺകുട്ടി കൊല്ലപ്പെട്ടതിന് ശേഷമുള്ള 4 ദിവസം ഇതിനിടയിൽ പോലീസിൻ്റെ അന്നത്തെ അന്വേഷണ സംഘം അവരുടെ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കുകയും 2-ാം ദിവസം വൈകുന്നേരത്തോടു കൂടി ഈ ശവസംസ്കാരം പോസ്റ്റ്മോർട്ടം ചെയ്ത് ഒരുപാട് തർക്കങ്ങളും വഴക്കുകളും അതിനെപ്പറ്റി ഇപ്പോഴും അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നത്. പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറെ പറ്റി തർക്കം, കത്തിച്ച സമയത്തെ പറ്റി തർക്കം, ഇതെല്ലാം നിലനിൽക്കുകയാണ്. അപ്പോൾ അവിടെ നിന്നാണ് പൊതുസമൂഹം തുടങ്ങുന്നത്. അല്ലാതെ പൊതുസമൂഹത്തിന് മിനിയാന്ന് ഈ പ്രതിയെ അറസ്റ്റ് ചെയ്തതിന് ശേഷമുള്ള ആശങ്കയല്ലത്. അപ്പോൾ അന്ന് വളരെ വ്യക്തമായിട്ട് പോലീസ് ഈ കേസ് ഒഴിവാക്കാനോ ഒതുക്കാനോ ശ്രമിച്ചു. ആർക്കെങ്കിലും വേണ്ടിയാണോ ഇനി തെരഞ്ഞെടുപ്പ് കാലത്ത് ഇങ്ങനെ സെൻസേഷണലായിട്ടുള്ളൊരു കേസ് പുറത്തേക്ക് വന്നാൽ അത് ഈ പറയുന്ന ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയോ ബാധിക്കുമോ എന്നുള്ള അവരുടെ ഭയങ്ങളൊക്കെ കാണുമായിരിക്കും. അങ്ങനെ ആവാം, അല്ലെങ്കിൽ ആരെങ്കിലും രക്ഷിക്കാനായിരിക്കാം. അവസാനം ഈ പറഞ്ഞ മെയ് മാസം 2-ാം തീയതി ഇപ്പോൾ പീപ്പിൾ ചാനൽ മുൻകൈ എടുത്ത് തുടങ്ങുന്ന ഒരു ഹാഷ്ടാഗ് പ്രൊപ്പഗണ്ടയുടെ ഭാഗമായിട്ട് മാത്രം എനിക്ക് നല്ല വ്യക്തമായ ഓർമ്മയുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, മെയ് മാസം 2-ാം തീയതിയാണെന്ന് എനിക്ക് തോന്നുന്നു. 2-ാം തീയതിയാണ്, 1-ാം തീയതിയാണെന്ന് വെച്ചാൽ 2-ാം തീയതിയാണ് ഇത് തുടങ്ങുന്നു. അന്ന് വൈകുന്നേരത്തോടു കൂടി മാത്രം ഇത് മറ്റ് ചാനലുകളിലും വാർത്തയാകുന്നു. വാർത്ത വന്നതിന് ശേഷം മാത്രം ഇങ്ങനൊരു കാര്യം ഉണ്ടെന്ന് പോലീസ് സംശയിക്കുന്നു. അപ്പോൾ അവിടം തൊട്ട് പൊതുസമൂഹത്തിനൊരു വലിയ ഭയമുണ്ട്. ഇപ്പോൾ ചോദിക്കാനും പറയാനും ആരുമില്ലാത്തൊരു പെൺകുട്ടി പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ പത്രസമ്മേളനം നടത്തിയതോ ഇങ്ങനൊരു കൊലപാതകം നടന്നിരിക്കുന്നു, ഇതിന് CBI അന്വേഷണം ആവശ്യമുണ്ട് എന്ന് പറയാൻ ആരുമില്ലാത്തൊരു പെൺകുട്ടി നിസ്സഹായയായ, ദരിദ്രയായ, ദളിതയായ ഒരു പെൺകുട്ടി കൊല്ലപ്പെട്ടിട്ട് ആദ്യത്തെ 4 ദിവസം തന്നെ നമ്മൾ അങ്ങേയറ്റത്തെ അനാസ്ഥ കാണിച്ചു. മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് ഞാൻ ഉറപ്പായിട്ടും പീപ്പിളിനെ പറയുന്നു, പീപ്പിൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ കാണിച്ച ഒരു ആവേശം കൊണ്ട് മാത്രം ഇത് വാർത്തയാകുന്നു. അത് ഈ പോലീസ് ഒരുപക്ഷെ ഇത് മൂടി വയ്ക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് അതിനേക്കാൾ മോശപ്പെട്ട റിസൾട്ട് ഉണ്ടാക്കുന്നു. എന്തായാലും അതിനുശേഷം സർക്കാർ മാറുന്നു, പുതിയ അന്വേഷണ സംഘം വരുന്നു. അപ്പോൾ ഉറപ്പായിട്ടും ആളുകൾ പ്രതീക്ഷിക്കുകയാണ് ഇതിന് പഴയ സർക്കാരിൻ്റെ കാലത്തോ അല്ലെങ്കിൽ പഴയ ഇപ്പോൾ അന്വേഷണ സംഘത്തിൻ്റെ കാലത്തോ എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇപ്പോൾ പരിഹരിക്കപ്പെടും. ഞാൻ പൊതുസമൂഹത്തിൻ്റെ ഭാഗത്താണ് പറയുന്നത്. ഞാൻ കോടതി പോകുന്നതിനും അല്ലെങ്കിൽ പ്രതി അറസ്റ്റ് ചെയ്യുന്നതിനെ പറ്റിയല്ല പറയുന്നത്. അപ്പോൾ അവർ അവിടെ നിന്ന് പ്രതീക്ഷിക്കുന്നത് പുതിയ സംഘം എന്തെങ്കിലും ചെയ്യുമെന്നാണ്. പുതിയ സംഘം ചെയ്തു. പുതിയ സംഘം തുടക്കത്തിലൊക്കെ നല്ല ലീഡ് ഉണ്ടാക്കുന്നു, അവസാനം ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. കേരളത്തിലെ മുഴുവൻ മലയാള പത്രങ്ങളും ഒരു കൊലപാതക കേസിലെ പ്രതിയുടെ അറസ്റ്റ് ഹെഡ്ലൈനായി കൊടുത്ത, അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച് ബാക്കി സ്റ്റോറികൾ വന്ന് വേറൊരു സംഭവം ഉണ്ടായിട്ടുണ്ടോ? അത്രത്തോളം കണിശമായി നമ്മളിതിനെ ശ്രദ്ധിക്കുകയാണ്. അങ്ങനെ പൊതുസമൂഹം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിൽ പിന്നെ ഉണ്ടാകുന്ന ചെറിയ പോരായ്മ പോലും ചർച്ചയാവും, വാർത്തയാവും. ആ വാർത്ത വഷളാകും, അതിൻ്റെ പേരിൽ കഥകളുണ്ടാകും. അപ്പോൾ ഇതിനകത്ത് കുറച്ചുകൂടെ പിന്നെ ജോർജ് സാറ് പറഞ്ഞ പോലെ പോലീസ് കേസ് അന്വേഷിക്കുന്ന ഒരു സംവിധാനമാണെന്നുള്ളതൊക്കെ സമ്മതിച്ചുകൊണ്ട് തന്നെ ഞാനൊരു കാര്യം പറയാം. പോലീസിന് ഈ പൊതുജനങ്ങളുടെ ആശങ്ക തീർത്തു കൊടുക്കാനുള്ളൊരു ബാധ്യതയുണ്ട്. അവരൊരു സർക്കാർ സംവിധാനമാണ്, സർക്കാരിൻ്റെ പോലീസാണ്. സർക്കാരിൻ്റെ പോലീസ് ആളുകളുടെ ഇടയിൽ ഇതിനുമാത്രം ആശങ്കകളും കഥകളും ഉണ്ടാകുമ്പോൾ അത് ഞങ്ങൾ അറിഞ്ഞില്ല, ഞങ്ങളുടെ ജോലിയല്ലാതെ ഞങ്ങളിവിടെ വേറെ വഴിക്ക് കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, അതൊന്നും നിങ്ങളോട് പറയേണ്ട കാര്യമില്ലായിരിക്കാം. പക്ഷേ ഈ ആശങ്ക ഉണ്ടാവുന്നുണ്ടെന്നുള്ളത് നമ്മളെക്കാളൊക്കെ അറിയാവുന്ന പോലീസുകാർക്കായിരിക്കും. അപ്പോൾ അതിനൊരു പരിഹാരം എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കേണ്ടത്. ചർച്ച തുടരുന്നു. ചർച്ച അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കിടക്കുന്നു. ദീപയിലേക്ക് വീണ്ടും. ദീപ, ഇപ്പോൾ നമുക്ക് അറിയുന്ന പോലെ ജിഷയ്ക്ക് ഈ അമീറുൽ ഇസ്ലാമിൻ്റെ ഭാഷ അറിയില്ല. ഏതെങ്കിലും തരത്തിലുള്ള ഒരു ശത്രുത ജിഷ എപ്പോഴെങ്കിലും ആരിൽ നിന്നെങ്കിലും ഉണ്ട് എന്ന തരത്തിലെ സൂചന നിങ്ങൾക്ക് ആർക്കെങ്കിലും തന്നിരുന്നോ? ഇല്ല, ഇതുവരെ അങ്ങനെ ഒരു സൂചന എനിക്ക് കേട്ടതായിട്ട് അറിവില്ല. എൻ്റെ അടുത്ത് പറഞ്ഞതായിട്ടും എനിക്ക് അറിവില്ല. ഒപ്പം തന്നെ ഇത്തരത്തിൽ അമ്മ ഏതെങ്കിലും തരത്തിലുള്ള ആരുടെയെങ്കിലുള്ള ശത്രുതയോ ഏതെങ്കിലും സാമ്പത്തിക ക്രമക്കേട് സംബന്ധിച്ച് എന്തെങ്കിലും കാര്യങ്ങളോ സാമ്പത്തിക കൈമാറ്റം സംബന്ധിച്ച് എന്തെങ്കിലും കാര്യങ്ങളോ അങ്ങനെ അമ്മ സംസാരിക്കുകയുണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടില്ല. കാരണം അങ്ങനെ എന്തെങ്കിലും, ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് എൻ്റെ അടുത്ത് പറഞ്ഞിരിക്കും. കാരണം എൻ്റെ അനിയത്തി മരിക്കുന്നതിന് 2-3 ദിവസം മുമ്പ് ഞാൻ വീട്ടിൽ പോയിരുന്നു.
അന്നേരം ഒന്നും ഇതുപോലുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഇതിക്ക് മുമ്പ് വിളിച്ചപ്പോഴൊന്നും വീട്ടിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടോന്നോ അല്ലെങ്കിൽ മറ്റുള്ള ഭീഷണികളോ അല്ലെങ്കിൽ മറ്റുള്ള പുറമേ നിന്നുള്ള ജനങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ വ്യക്തികളിൽ നിന്നോ എന്തെങ്കിലും ഭീഷണികളോ അങ്ങനെയുള്ളൊരു കാര്യങ്ങളുണ്ടെന്ന് പോലും ഇതുവരെയും എൻ്റെ അടുത്ത് എൻ്റെ അനിയത്തിയോ എൻ്റെ അമ്മയോ പറഞ്ഞതായിട്ട് എനിക്കറിയില്ല. പറഞ്ഞിട്ടില്ല. കാരണം അത്തരത്തിൽ വരുമ്പോൾ ഒരു പെൻ ക്യാമറ ജിഷ എപ്പോഴും സൂക്ഷിച്ചിരുന്നു എന്ന് പറയുമ്പോൾ ഒരു ശത്രുതയെ ഭയക്കുന്നില്ലേ ആ കുടുംബം? ശത്രുതയെ ഭയക്കുന്നില്ലേ എന്ന് ചോദിച്ചാൽ ശത്രുതയല്ല, ശരിക്കും പറഞ്ഞാൽ സമൂഹത്തെയാണ് പേടിക്കുന്നത്. കാരണം സമൂഹത്തിലുള്ള ജനങ്ങള് സാധാരണ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ താഴ്ന്ന സമുദായത്തിൽപ്പെട്ട അല്ലെങ്കിൽ ദളിത് വിഭാഗത്തിൽപ്പെട്ട ഞങ്ങളെപ്പോലുള്ള സ്ത്രീകൾക്ക് അല്ലെങ്കിൽ ഞങ്ങളെപ്പോലുള്ള പെൺകുട്ടികൾക്ക് ജീവിക്കാൻ സമൂഹത്തെ ഒരുപാട് പേടിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇന്ന് പണമുള്ളവന് അല്ലെങ്കിൽ ഒരു എന്തും ചെയ്യാൻ നല്ലൊരു ചുറ്റുപാടും സാമ്പത്തികമുള്ള ഒരു വ്യക്തിക്ക് എന്തുമാകാം. ഞാൻ ആരെയും സാമ്പത്തികമായ ഏതെങ്കിലും അത്തരത്തിലെ സാമ്പത്തികമുള്ള ഏതെങ്കിലും വ്യക്തിക്ക് ഒരു ശത്രുതയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള കാരണം ദീപ സംശയിക്കുന്നുണ്ടോ? എനിക്കിതൊരു ഉണ്ടായിട്ടില്ല. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞോളം എൻ്റെ അനിയത്തിക്ക് ഇതിപ്പോ എങ്ങനെ സംഭവിച്ചു അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ കാരണം എന്ന് ഇപ്പോഴും എന്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു ചോദ്യമാണ്. എന്തിനു വേണ്ടിയിട്ടാണ്, ആർക്ക് വേണ്ടിയിട്ടാണ്, ആ വ്യക്തിക്ക് എന്താണ്? ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഇക്കാര്യത്തിൽ അവസാനമായി ഇനി പോലീസ് എന്താണ് ചെയ്യേണ്ടത് എന്നാണ് താങ്കളുടെ ഇത് രണ്ട് തരത്തിൽ പോലീസ് രണ്ട് കാര്യങ്ങളിൽ വിജയിച്ചിട്ടുണ്ട്. ഒന്ന്, പ്രതിയെ പിടിച്ചിട്ടുണ്ട്. രണ്ട്, പ്രതിയെ ഐഡന്റിഫൈ ചെയ്യാൻ ഒരു സാക്ഷി കൂടി ഉണ്ടായിരിക്കുന്നു. ഈ സാക്ഷി കോടതിയിലും ഇക്കാര്യം പറയാൻ തയ്യാറാകുമെന്ന് തന്നെയാണ് നമ്മളും വിശ്വസിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പോലീസിന്റെ അടുത്ത ഘട്ടം എന്തായിരിക്കണം? അല്ല, ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു പ്രശ്നം യഥാർത്ഥ സംഭവം, യഥാർത്ഥ പ്രതി ഇവ രണ്ടും മറച്ചു വെച്ചുകൊണ്ടാണോ അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത് എന്ന സംശയം കേരളത്തിലെ പൊതുസമൂഹത്തിനുണ്ട്. ആ സംശയം മാധ്യമങ്ങൾ ഓരോ ദിവസവും വളർത്തിയെടുക്കുന്നുണ്ട്. അത് ഒഴിവാക്കുക. നമുക്കൊരു ഉറപ്പ് കിട്ടണം, ഞങ്ങൾ ശരിയായ വഴിക്കാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ആ ഉറപ്പ് നൽകുന്നതിനുള്ള ഉത്തരവാദിത്വം പോലീസിനുണ്ട്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ പോലീസിന് പത്രസമ്മേളനം നടത്തേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞാലും അറിയുന്നതിനുള്ള അവകാശം ജനങ്ങൾക്കുള്ളതുകൊണ്ട്, പ്രത്യേകിച്ച് ഇതുപോലൊരു സംഭവത്തിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത്, എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന കാര്യത്തിൽ യഥാർത്ഥ ചിത്രം അത് ജനങ്ങൾക്ക് കിട്ടണം. ഇപ്പോഴും ജനങ്ങൾ സംശയിക്കുന്നത് ഒരു ന്യായമായ സംശയം തന്നെയാണത്. യഥാർത്ഥ പ്രതി അമീറുൽ ഇസ്ലാം അല്ല, യഥാർത്ഥ സംഭവം പോലീസ് പറയുന്നത് പോലെയുമല്ല. പോലീസ് ഇത് രണ്ടും മറച്ചു വെച്ചുകൊണ്ട് ആരെയോ രക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്ന വളരെ ഗുരുതരമായ ആ സംശയം കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. തീർച്ചയായും ഒരുപക്ഷെ DGP പറഞ്ഞതുപോലെ തന്നെ ഈ കേസിൽ പ്രാഥമിക ഘട്ട അന്വേഷണം മാത്രമാണ് നടക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ വെളിവാകുന്ന സാഹചര്യത്തിൽ സമൂഹവുമായി പങ്കുവയ്ക്കാം, മാധ്യമങ്ങളുമായി പങ്കുവയ്ക്കാമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് ശരിയായി വരട്ടെ എന്ന് നമ്മളിപ്പോൾ ആഗ്രഹിക്കുന്നു. ഒപ്പം തന്നെ ഈ കേസിലെ നിർണായകമായൊരു സംഭവവികാസം ഇന്നുണ്ടായിരിക്കുന്നു. പ്രതിയെ ഒരു സാക്ഷി തിരിച്ചറിഞ്ഞിരിക്കുന്നു. നാളെ അമീറുൽ ഇസ്ലാമിനെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടുന്നതോടുകൂടി പോലീസിന് കൂടുതൽ ചോദ്യം ചെയ്യലിലൂടെ വിവരങ്ങൾ ശേഖരിക്കാം എന്ന ഒരു പ്രത്യാശ നിലനിർത്തി കൊണ്ട് തന്നെ ഇന്നത്തെ ന്യൂസ് ആൻഡ് വ്യൂസ് സമാപിക്കുന്നു. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി, നമസ്കാരം.